Chapter number 3, Computation of Total Income and Tax Liability. Computation of Total Income and Tax Liability. ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ നോക്ക്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ടോട്ടൽ ഇൻകം എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ചെയ്യണം. എങ്ങനെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം? നമ്മൾ 5th സെമ്മിൽ പഠിച്ചതുപോലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുക. ഓർഡിനറി റെസിഡൻ്റ് ആണോ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി, അതൊന്നും ഇതിൽ ചെയ്യാനില്ല. തിയറി ക്വസ്റ്റ്യൻ ചെയ്യാനില്ല, തിയറി പഠിച്ചു വെച്ചാൽ മതി. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണം എന്നുള്ള തിയറി നോട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത്തേത് ഈ 5 ഹെഡിലെ ഇൻകം എത്ര ഉണ്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യാം. മൂന്നാമത്തേത് ഈ 5 ഹെഡ് ടോട്ടൽ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഡിഡക്ഷൻസും എക്സംഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. നാലാമത് എന്താ പറയുന്നത്? ക്ലബ് ചെയ്യാനുള്ളതൊക്കെ എന്ത് ചെയ്യാം? ക്ലബ് ചെയ്യുക. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? GTA. അതിൽ സെറ്റ് ഓഫ് ചെയ്യാനുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക? ചെയ്യാം. ഇതിലെ സെറ്റ് ഓഫും ക്ലബിങ്ങും നമ്മൾ ചെയ്യാൻ പോണ ഒരു ക്വസ്റ്റ്യനിലുണ്ട്. സെറ്റ് ഓഫും ഉണ്ട്, ക്ലബിങ്ങും ഉണ്ട്. അത് രണ്ടും നമ്മളിപ്പോൾ ചെയ്യും. ഞാൻ ഇത് തിയറി ചോദിക്കലുണ്ട് 5 മാർക്കിന്. തിയറി ചോദിക്കുക, സ്റ്റെപ്സാണ് ചോദിക്കുക. സ്റ്റെപ്സ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. രണ്ടാമത്തെ ഏതാ? 5 ഹെഡ്സിലുള്ള ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. അത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡിഡക്ഷൻസും എക്സംഷൻസും എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. പിന്നെ ഇൻകം എന്ത് ചെയ്യാം? ക്ലബ് ചെയ്യാനുള്ളത് ക്ലബ് ചെയ്യുക, സെറ്റ് ഓഫ് ചെയ്യാനുള്ളത് സെറ്റ് ഓഫ് ചെയ്യുക. ഇത്രയും ചെയ്താൽ നിങ്ങൾ ഏത് ഹെഡിലെത്തും? GTA. ഇത്രയും ചെയ്താലാണ് നമ്മൾ എവിടെ എത്താം? GTA. പിന്നെ ഡിഡക്ഷൻസ് നമ്മൾ പഠിച്ചില്ല, ചാപ്റ്റർ നമ്പർ 2. എല്ലാ ഡിഡക്ഷൻസും ലെസ് ചെയ്താൽ നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം ഈസ് ടാക്സബിൾ ഇൻകം. ടാക്സ് കണ്ടുപിടിക്കാനുള്ള ഇൻകം കിട്ടിയില്ലേ? ഈ ഇൻകം വെച്ചിട്ടാണ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും ഇൻകം ടാക്സിൻ്റെ ചാപ്റ്റർ 1 to ഇതുവരെയുള്ള എല്ലാ ടോപ്പിക്സും വരാം. എങ്ങനെയും വരാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പലതും പറയും, സാർ ഇതൊന്ന് രാവിലെ എടുത്തിട്ടില്ലല്ലോ എന്ന്. പ്രശ്നം എന്താ? അതെല്ലാം എവിടെ പഠിച്ചത്? 5th HP കമ്പ്യൂട്ടേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, അഗ്രികൾച്ചറൽ ഇൻകം കമ്പ്യൂട്ടേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചത് എവിടെ? 5th. പക്ഷെ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ എവിടെ വരുന്നത്? 6th. അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതൊക്കെ ചെയ്യണമെങ്കിൽ മിനിമം 2 മണിക്കൂർ വേണം. ശരിക്കും 2 to 4 നമ്മളെ ടൈം. ഇപ്പോൾ നമ്മളിപ്പോൾ എത്ര 3 മണിയായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് സഹകരിച്ച് നിന്നാൽ പെട്ടെന്ന് ഞാൻ തിയറി പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രോബ്ലം കാണിച്ചാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം വരെയുള്ള കമ്പ്യൂട്ടേഷൻ മനസ്സിലായോ? 5 ഹെഡ് ടോട്ടൽ ചെയ്യുക, ഡിഡക്ഷൻസ് കുറയ്ക്കുക, ടോട്ടൽ ഇൻകം കാണാം. ഇനി ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. സ്പെഷ്യൽ റേറ്റുകൾ നോട്ട് ചെയ്ത് വെച്ചോ. ഏതൊക്കെയാണ് സ്പെഷ്യൽ റേറ്റ്? കാഷ്വൽ ഇൻകത്തിന് എത്ര ശതമാനം ടാക്സ്? സ്ലാബ് ഒന്നും നോക്കൂലേ? 1 ലക്ഷമാണോ ലോട്ടറി അടിച്ചത്? ടാക്സ് എത്ര കൊടുക്കണം? 30%. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ? 20%. എന്ന് പറഞ്ഞാൽ അതിനൊന്നും സ്ലാബ് ഇല്ല. എത്രയാണോ ഗെയിൻ അതിൻ്റെ 20% ടാക്സ് ആണ്. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A എത്ര വരാം? 15%. ഡീംഡ് ഇൻകം അതിൽ കൊടുത്തിട്ടില്ല, ആഡ് ചെയ്തോ. കാരണം അത് ചാപ്റ്റർ നമ്പർ 1 പഠിച്ചത്, അതുകൊണ്ട് അതിൽ കൊടുക്കാഞ്ഞത്. പക്ഷെ നിങ്ങൾ ആഡ് ചെയ്തോ. ഡീംഡ് ഇൻകത്തിൻ്റെ ടാക്സ് എത്ര? നമ്മൾ പഠിച്ചതല്ലേ, മോർണിംഗ് പഠിച്ചതാ. ഡീംഡ് ഇൻകത്തിൻ്റെ ടാക്സ് എത്ര? 60%. പ്ലസ് സർചാർജ് എത്ര ഉണ്ട്? 25%. അതൊന്നും അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ മെറ്റീരിയലിൽ നോട്ട് ചെയ്യുക, അത് മെറ്റീരിയൽ ഇല്ല. സെസ് പിന്നെ എല്ലാത്തിനും കോമൺ ആണ്. സെസ് ഈ 4 എണ്ണത്തിന് എന്ത് കോമൺ ആണ്? സെസ് കോമൺ ആണ്. 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ്, ഇത് 4നും കോമൺ ആണ്. അതുകൊണ്ട് നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ സെസ് പറയണ്ട. സെസ് എല്ലാവർക്കും കോമൺ ആണ്, റൈറ്റ്? ഇതാണ് സ്പെഷ്യൽ റേറ്റ്. ഇതറിയാണ്ട് നമുക്ക് ഈ ചാപ്റ്റർ ഒന്നും ചെയ്യാനില്ല. സ്പെഷ്യൽ റേറ്റ് അറിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? സോ സ്പെഷ്യൽ റേറ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യും. സ്പെഷ്യൽ റേറ്റ് ഏതൊക്കെയാണ്? ടാക്സ് ഓൺ കാഷ്വൽ ഇൻകം എത്ര? 30. LTCG എത്ര? STCG എത്ര? ഡീംഡ് ഇൻകത്തിന് സർചാർജും കൂടി ഉണ്ട്. 60 ആണ്. പ്ലസ് എന്തുണ്ട്? സർചാർജ് ഉണ്ട്. ഇത്രയും ഓക്കെ ആണോ? ഇതെല്ലാം സ്പെഷ്യൽ റേറ്റാ. സ്ലാബിലേക്ക് പോവേ വേണ്ട. ഇതല്ലാത്ത വേറെ കുറേ ഇൻകം ഇല്ലേ? ഇൻകം ഫ്രം സാലറി, HP, ഇതൊക്കെ നമ്മൾ എങ്ങനെ ടാക്സ് ചെയ്യുക? ഇതിനൊന്നും സ്പെഷ്യൽ റേറ്റ് അല്ല. സാധാ സ്ലാബ് ഇല്ലേ, നമ്മൾ 5th സെമ്മിൽ പഠിച്ച സാധാ സ്ലാബ് റേറ്റ് എങ്ങനെയാ? നിങ്ങൾ പറയും അപ് ടു 2.5 lakh നില്ല്. പിന്നെ 2.5 lakh to 5 lakh 5%. 5 lakh to 10 lakh 20%. Above 10 lakh 30%. ഇതാണ് സ്ലാബ്. ഇതിലേക്കാണ് ബാലൻസ് ഇൻകം ടാക്സ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യനിൽ കാഷ്വൽ ഇൻകം ഉണ്ട്,
ഈ സ്ലാബിലാണോ ഇടാ? അല്ല, 30 ഡയറക്റ്റ് കണ്ടാൽ മതി. 1 lakh ലോട്ടറി അടിച്ച് ടാക്സ് എത്ര? 1 lakhന്റെ 30%. 50,000 LTCG എങ്ങനെ ടാക്സ് കാണാം? അതിന്റെ 20%. STCG 15%. ഡീംഡ് ഇൻകം 60% പ്ലസ്. ഇതൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യരുത്. ആ ഇൻകംസ് ഒന്നും ഇതിലെടുക്കരുത്. ബാക്കി വരുന്ന ബാലൻസ് ഇൻകം ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ സ്ലാബിലേക്ക് എടുക്കുക. ഇനി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ കമ്പ്യൂട്ടേഷൻ ഒരു എക്സാമ്പിൾ ആണ്. എന്നിട്ട് ഞാൻ ബാക്കി ടോപ്പിക്ക് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ട് ബോക്സ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ബോക്സ് ഏതാ? കമ്പ്യൂട്ടേഷൻ ഓഫ്. ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കമ്പ്യൂട്ടേഷൻ ഏതാ? കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. രണ്ടാമത്തെ കമ്പ്യൂട്ടേഷൻ ഏതാ? കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. ഈ ചാപ്റ്ററിൽ നമുക്ക് എത്ര കമ്പ്യൂട്ടേഷൻ ഉണ്ട്? 2 കമ്പ്യൂട്ടേഷൻ ഉണ്ട്. ഏതൊക്കെ ഉണ്ട്? ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം, ടാക്സ് ലയബിലിറ്റിയും കമ്പ്യൂട്ട് ചെയ്യണം. ഇത് രണ്ടും 2 ബോക്സ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. രണ്ട് ഫോർമാറ്റിൽ തന്നെ ചെയ്യണം. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് ലയബിലിറ്റി. ഞാൻ നേരെ ഇതിലേക്ക് വന്ന് എന്തിനാ അറിയോ? തിയറി പറയുന്നതിനേക്കാൾ നല്ലതൊരു എക്സാമ്പിൾ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത്രയും പറഞ്ഞത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം നിങ്ങൾ പറയും എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? 5 ഹെഡ്സ് ആദ്യം ടോട്ടൽ ചെയ്യണം. ഏതൊക്കെ? ഇൻകം ഫ്രം സാലറി 10 lakh. ഇൻകം ഫ്രം HP ലോസ് ആണെന്ന് കൂട്ടിക്കോ. ഇൻകം ഫ്രം HP ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? യെസ്, സെറ്റ് ഓഫ് ചെയ്യാം. നെക്സ്റ്റ് PGBP. PGBP നമുക്ക് ഗെയിൻ ആണ് 5 lakh. ക്യാപിറ്റൽ ഗെയിൻ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെ ഉണ്ട്? ക്യാപിറ്റൽ ഗെയിൻ ഏതൊക്കെ ഉണ്ട്? LTCG ഉണ്ട്, STCG ഉണ്ട്. ടോട്ടൽ എത്രയായി? 3 lakh. ദെൻ നെക്സ്റ്റ് വൺ ഏതാ? അതർ സോഴ്സിൽ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെ ഉണ്ട്? കാഷ്വൽ ഇൻകം 2 lakh ഉണ്ട്. ദെൻ ഡീംഡ് ഇൻകം 3 lakh ഉണ്ട്. ടോട്ടൽ എത്രയായി? 5 lakh. ഇതെല്ലാം കൂടി എത്രയായി? ഇതെല്ലാം കൂടി നമുക്ക് എത്ര വരുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര നോക്ക്? 22 ലക്ഷം ആണോ? ഒരു റാൻഡം ആയിട്ടുള്ള വാല്യൂ കൊടുത്തതാണ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള വാല്യൂസ് കൊടുത്തതാണ്. ഒന്ന് ശ്രദ്ധിക്കുക, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള വാല്യൂസ് കൊടുത്തതാണ്. ലേറ്റ് ആയി വന്ന ആൾക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇതങ്ങ് നോക്കിയാൽ മതി. റൈറ്റ്, 3rd ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. 3rd ചാപ്റ്ററിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. അതിനാദ്യം ചെയ്യേണ്ടത് എന്താ? 5 ഹെഡ്സ് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് ചെയ്യാനുള്ളത് എന്ത് ചെയ്യുക? സെറ്റ് ഓഫ് ചെയ്യുക. ഇവിടെ HP സെറ്റ് ഓഫ് ചെയ്യാനില്ലേ? HP എത്ര ഉള്ളത്? 1 lakh. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ GTA എത്ര കിട്ടിയത്? ഇനി ഇതിനോട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറയും ഇതിനോട് എന്താ ചെയ്യേണ്ടത്? ഡിഡക്ഷൻസ്. നമുക്കറിയാം സ്ഥിരമായിട്ട് വരുന്ന ഡിഡക്ഷനിൽ ഒന്ന് ഏതാ? സ്ഥിരമായിട്ട് വരുന്ന 4 ഡിഡക്ഷൻസ് ഉണ്ട്. അതിലൊന്ന് ഏതാ? 80C. ഏതാണത്? ലൈഫ് ഇൻഷുറൻസ് അല്ലേ? 80C എടുക്കാം, 1 lakh കൊടുക്കാം. പിന്നെ 80D മാക്സിമം എത്ര കിട്ടാം? റിവിഷൻ ആയിക്കോട്ടെ. 80D മാക്സിമം എത്ര? ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. മാക്സിമം എത്ര? 25,000. എത്ര കൂടുതലും കൊടുക്കാം, നമുക്ക് ഡിഡക്ഷൻ എത്ര കിട്ടുള്ളൂ? 25,000. പിന്നെ ഏതാ ഉള്ളത്? 80C നമ്മൾ പറഞ്ഞു, 80D പറഞ്ഞു, 80G ഡൊണേഷൻസ്. 80G എന്താണ്? ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന CDG ഒക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഡൊണേഷൻ നമുക്ക് എത്ര ഉണ്ടെന്ന് കൂട്ടിക്കോ? 75,000 ഉണ്ടെന്ന് കൂട്ടിക്കോ. പിന്നെ ഏതാ ഞാൻ സ്ഥിരമായിട്ട് വരുന്ന പറഞ്ഞത്? 80GGC. വെരി ഗുഡ്. കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി 1 lakh. ഇതെല്ലാം കൂടി ഇപ്പൊ എത്ര ഉണ്ട് ഡിഡക്ഷൻസ്? 3 lakh. ഇത് കുറച്ചാൽ കിട്ടുന്ന ഇൻകത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ ഇൻകം. എത്ര ടോട്ടൽ ഇൻകം വരുന്നത്? 19 lakh. ഇതാണ് ടാക്സബിൾ ഇൻകം. ഇതുവരെ കമ്പ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായോ? സ്റ്റെപ്സ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ എങ്ങനെയാ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? 5 ഹെഡ്സ് ടോട്ടൽ ചെയ്യാം. അതിനോട് എന്ത് ലെസ് ചെയ്യാം? ഏതാ വേറെ കാര്യം ഇവിടെ ഇല്ല അല്ലേ? ഇത് ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്റർ വലിയ ചാപ്റ്റർ, എത്ര ക്വസ്റ്റ്യൻ ചെയ്താലും നമുക്കത് ഇൻകംപ്ലീറ്റ് ഫീൽ വരും. കാരണം അത്രയും പഠിക്കാനുള്ള ഏറ്റവും വൈഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത്, 3rd ചാപ്റ്റർ. അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്?
ആദ്യം ചെയ്യേണ്ടത് എന്താ? GTA എങ്ങനെ കാണാം? ഇതുവരെ പഠിച്ച റൂള്, വേറെ ഒന്നും ചെയ്യാനില്ല. ഇതുവരെ പഠിച്ച റൂൾ വെച്ച് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാം? GTA. എന്നിട്ട് എന്ത് ക്ലെയിം ചെയ്യാം? ഡിഡക്ഷൻസ് ഫുള്ള് ക്ലെയിം ചെയ്യാം. ഇപ്പൊ എത്ര ഡിഡക്ഷൻ വന്നത്? 3 lakh. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഇൻകത്തിനാണ് ടാക്സബിൾ ഇൻകം എന്ന് പറയാം. അത് ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? യെസ് ഓർ നോ? ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിച്ചോ. 4 ഐറ്റത്തിന് സ്പെഷ്യൽ റേറ്റ് ഉണ്ട്. എത്ര ഐറ്റത്തിന്? ഏതൊക്കെയാണത്? 1 by 1. ഫസ്റ്റ് വൺ, ടാക്സ് ഓൺ കാഷ്വൽ ഇൻകം. എത്ര ടാക്സ്? 30%. എത്ര നമ്മളെ കാഷ്വൽ ഇൻകം? ക്വസ്റ്റ്യൻ എത്ര കാഷ്വൽ ഇൻകം? അപ്പോൾ എത്ര ടാക്സ് വരാം? 2 lakhന്റെ 30%. എത്ര എമൗണ്ട് വരാം? 60,000. പിന്നെ സ്പെഷ്യൽ റേറ്റ് ഉള്ള ഐറ്റം ഏതാ? ടാക്സ് ഓൺ LTCG. എത്ര റേറ്റ്? എത്ര LTCG ക്വസ്റ്റ്യനിൽ തന്നത്? അതിൻ്റെ 20% എത്ര? പിന്നെ ഏതാ ഫ്ലാറ്റ് റേറ്റ് ഉള്ളത്? ടാക്സ് ഓൺ STCG ക്വസ്റ്റ്യനിൽ ഇല്ല. STCG എന്ന് മാത്രം പറഞ്ഞാൽ എടുക്കാൻ പാടില്ല. അണ്ടർ സെക്ഷൻ 111A എന്ന് പറഞ്ഞാൽ അത് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ, റൈറ്റ്? ഇവിടെ സ്പെഷ്യൽ റേറ്റ് ഡീംഡ് ഇൻകം ഉണ്ട്. എത്ര ഡീംഡ് ഇൻകത്തിന് സ്പെഷ്യൽ റേറ്റ്? 75%. അതെങ്ങനെ കിട്ടി? 60% ഫ്ലാറ്റ് റേറ്റ്, 25% സർചാർജ്. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരാം? അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് 75 അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല. എത്ര ഡീംഡ് ഇൻകം? 3 lakh. 3 lakhന്റെ 75% എത്ര? 3 lakhന്റെ 75% എത്ര? 2,25,000. എടാ സ്പെഷ്യൽ റേറ്റ് ഉള്ള ഒരു ഐറ്റം കൂടി ഉണ്ട്, അതും കൂടി ഞാൻ ഇവിടെ കൊടുക്കാം. ടാക്സ് ഓൺ STCG അണ്ടർ സെക്ഷൻ 111A. എത്ര പെർസെൻറ്റേജാ? അത് ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിക്കണേ. ഇത് 4 ഈ ഇരിക്കുന്ന എല്ലാവരും പഠിച്ചു വെച്ചേ മതിയാവും. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ 4 ഐറ്റത്തിന് സ്പെഷ്യൽ റേറ്റാ. സ്ലാബിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റൂല. 4 ഐറ്റം ഏതൊക്കെ? കാഷ്വൽ ഇൻകം സ്ലാബ് ഒന്നും നോക്കണ്ട. എത്രയാണോ കാഷ്വൽ ഇൻകം 30 ടാക്സ് ആണ്. LTCG സ്ലാബ് ഒന്നും നോക്കണ്ട. എത്രയാണോ അതിൻ്റെ 20% ടാക്സ് ആണ്. ഡീംഡ് ഇൻകം എത്രയാണോ അതിൻ്റെ 75 ടാക്സ് ആണ്. STCG 15%. അത് ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. ബാലൻസ് ഇൻകം എത്ര ഉണ്ട്? അതിനാണ് സ്ലാബ്. ടാക്സ് ഓൺ ബാലൻസ് ഇൻകം. എത്ര ബാലൻസ് ഇൻകം? ടാക്സ് ഓൺ ബാലൻസ് ഇൻകം എത്ര വരുന്നത്? അതെങ്ങനെ കിട്ടി? നമ്മൾ ടോട്ടൽ ഇൻകം എത്ര? ടോട്ടൽ ഇൻകം എത്ര? 90 lakhs അല്ലേ? അതിൽ ഏതിനൊക്കെ നിങ്ങളിപ്പോൾ ടാക്സ് ചെയ്ത്? 2 lakhന് ടാക്സ് ചെയ്ത്, 1 lakhന് ടാക്സ് ചെയ്ത്, 3 lakhന് ടാക്സ് ചെയ്ത്. ഇതെല്ലാം കൂടി എത്രയായി? 6 lakhന് നിങ്ങൾ ടാക്സ് ചെയ്ത്. ഇനി ടാക്സ് ചെയ്യാനുള്ള എമൗണ്ട് എത്ര? ഈ 13 lakhനാണ് സ്ലാബ് അപ്ലൈ ചെയ്യാം. തലേ കയറണേ. 19 ലക്ഷവും സ്ലാബിലേക്ക് കൊടുക്കരുത്. സ്ലാബിലേക്ക് കൊടുക്കേണ്ട ഏതാ? സ്ലാബിലേക്ക് കൊടുക്കേണ്ട ഏതാ? ഈ സ്പെഷ്യൽ റേറ്റിന്റെ ഇൻകംസ് ഇല്ലേ, ഈ ഇൻകം ഒക്കെ ടാക്സ് ചെയ്തോ. ഇനി ടാക്സ് ചെയ്യാൻ ബാക്കിയുള്ള ഇൻകം എത്ര? ഈ 13 lakhനാണ് സ്ലാബ് അപ്ലൈ ചെയ്യുക. സ്ലാബ് 1 by 1 പറയും. നമ്മളിപ്പോൾ പഠിച്ചില്ല സ്ലാബ് എങ്ങനെ വരാം? അപ് ടു 2.5 lakh. നീൽ 2.5 lakh to 5 lakh. ഇയാൾക്ക് അതില്ലേ? 2.5 to 5 lakh ഇയാൾക്കില്ലേ? 13 lakh ഇല്ലേ? അപ്പോൾ 2.5 ലക്ഷത്തിന്റെ 5%, 12,500. 5 lakh to 10 lakh ഇയാൾക്കുണ്ടോ? 5 lakh to 10 lakh എത്ര പെർസെൻറ്റേജാ? എടാ 5 lakh to 10 lakh എന്ന് പറഞ്ഞാൽ 5 lakh ആണ്. 5 lakh to 10 lakh എന്ന് പറഞ്ഞാൽ എത്ര? 5 lakh to 10 lakh എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് എത്ര? 5 lakh. അതിന്റെ 20% എത്ര? 1 lakh. എബവ് 10 lakh ഉണ്ടോ നോക്ക് ഇയാൾക്ക്. എബവ് 10 lakh ഇയാൾക്ക് ഉണ്ടോ? എത്ര ഉണ്ട്? 3 lakh ഉണ്ട്. അതിന്റെ 30% എത്ര? 90,000. ഇതെല്ലാം കൂടി ആഡ് ചെയ്യും. എത്ര വരുന്നത്? 2,02,500. ഇതെല്ലാം കിട്ടിയത്. ഇനി ഇതെല്ലാം ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്യണം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ 4 സ്പെഷ്യൽ റേറ്റ് നോട്ട് ചെയ്യണം. ഉണ്ടെങ്കിൽ അത് സ്പെഷ്യലായിട്ട് ചെയ്യാം. ഇതെല്ലാം കുറച്ചിട്ടുള്ള ബാക്കി ഇൻകാണ് സ്ലാബ്. ഇതിനാണ് സ്ലാബ് എന്ന് പറയാം. ഇൻകം ടാക്സ് സ്ലാബ്, റൈറ്റ്? ഇതനുസരിച്ചിട്ടുള്ള ടാക്സും കണ്ട്. ഇനി എല്ലാ ടാക്സും ആഡ് ചെയ്യും. എത്ര വരുന്നത്? എല്ലാ ടാക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 7 lakh വരുന്നുണ്ടോ? എത്ര വരുന്നത്? 5,07,000. ഇതിനോടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ സെസ് ആഡ് ചെയ്യേണ്ടത്. എത്ര പെർസെൻറ്റേജാ സെസ്? ഹെൽത്ത് ആൻഡ്
ഇതിൻ്റെ 4% എത്ര വരാൻ നോക്ക്? 20,300. യെസ്. അപ്പോൾ ടോട്ടൽ എത്ര വരുന്നത്? അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രോസ് ടാക്സ് ലാബിലിറ്റി. എന്താ പറയാ? ഗ്രോസ് ടാക്സ് ലാബിലിറ്റി എത്ര വരുന്നത്? 5,27,800. ഇതുവരെ മനസ്സിലായോ? നോ. വെരി ഗുഡ്. ബാക്കിയും കൂടി ശ്രദ്ധിച്ചാൽ അതും കൂടി നോ തന്നെയല്ലേ പറഞ്ഞ? യെസ്. ബാക്കി കൂടി ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവാൻ ചാൻസ് ഇല്ല. എന്നിട്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ബാക്കിയും കൂടി ഞാൻ പറയാം. എടാ, ഇതാണ് ഒരാൾ ടാക്സ് കൊടുക്കേണ്ടത്. ഇതിനോട് ലെസ് ചെയ്യേണ്ട കുറച്ച് ഐറ്റം ഉണ്ട്. അതും കൂടി പഠിച്ചു വെച്ചാൽ നമ്മളെ ചാപ്റ്ററിന്റെ 90% ഇവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അതിൽ ഞാൻ ഒന്നും കൂടി റിവൈസ് ചെയ്ത് തരാം. നോക്ക്, ഗ്രോസ് ടാക്സ് ലാബിലിറ്റിനോട് 2 കാര്യം ലെസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഏതാ? എടാ, ഇന്ത്യയിൽ ഒരാൾ ടാക്സ് അടിക്കുന്ന ഉറപ്പായാൽ അയാൾ എന്ത് കൊടുക്കണം അറിയോ? അഡ്വാൻസ് ടാക്സ് ആദ്യമേ കൊടുക്കണം. അപ്പൊ ഈ എമൗണ്ടിൽ ഓൾറെഡി കൊടുത്തത് അയാൾക്ക് എന്ത് ചെയ്യാം? അത് എവിടുന്ന് കിട്ടും? അഡ്വാൻസ് ടാക്സ് പെയ്ഡ് എവിടുന്ന് കിട്ടും? ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തരും, അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ഇത്രയെന്ന് പറയും. അത് ലെസ് ചെയ്തോ. ക്ലിയർ. പിന്നെ എന്താ ലെസ് ചെയ്യേണ്ടത്? TDS. നമ്മളിപ്പോൾ ചെയ്തതിൽ TDS ഉള്ള ഏതെങ്കിലും ഒരു ഐറ്റം ഉണ്ടോ? കാഷ്വൽ ഇൻകം TDS ഉള്ള ഐറ്റാ. എടാ, TDS എന്ന് പറഞ്ഞാൽ എന്താ? ആ ടാക്സ് കുറച്ചിട്ടേ ബാക്കി നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൽപ്പെട്ട 2 സാധനം ഉണ്ട്. ഏതൊക്കെ? കാഷ്വൽ ഇൻകം, ഇൻട്രസ്റ്റും. കാഷ്വൽ ഇൻകത്തിനും TDS ഉണ്ട്, ഇൻട്രസ്റ്റിനും ഉണ്ട്. എടാ, ഈ 2 TDSന്റെ പ്രത്യേകത എന്താ? ഈ എമൗണ്ട് ഗവൺമെന്റിന്റെ കയ്യിലാണ്, നമ്മളെ കയ്യിലില്ല. അപ്പൊ കാഷ്വൽ ഇൻകത്തിന്റെ TDS എത്ര? 60,000. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നെറ്റ് ടാക്സ് ലാബിലിറ്റി. ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ. 4,67,800. ഇതാണ് ഫൈനൽ ആൻസർ. ഇനി ഞാൻ പറഞ്ഞുതരാം. എടാ, ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നോക്കിക്കോ, ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എടാ, ഈ ചാപ്റ്റർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയ ചാപ്റ്റർ അല്ല, പെട്ടെന്ന് പറഞ്ഞു ഒതുക്കാൻ പറ്റുന്ന ചാപ്റ്റർ അല്ല. നമുക്ക് ആകെ ചെയ്തു തരാൻ പറ്റുക ഇതിൻ്റെ ഓർഡർ ആദ്യം ഒന്ന് പഠിപ്പിച്ചു തരാം. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഫസ്റ്റ് ചെയ്യേണ്ട എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ്. അതിനാദ്യം ചെയ്യേണ്ട എന്താ? ഈ 5 ഹെഡ് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? GTA. GTAന്ന് നമ്മൾ എന്തെടുക്കണം? ഡിഡക്ഷൻസ്. അത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം. അപ്പൊ ഇതാണ് ഒരു ബോക്സ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. ഇത് നമ്മൾ രാവിലെ പഠിച്ച ടോപ്പിക്കാണ്. ഇത് ഫുള്ള് നമ്മൾ രാവിലെ പഠിച്ചതാണ്. ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ എടുക്കുന്ന ഏതാ? ടാക്സ് ലാബിലിറ്റി ആണ്. ടാക്സ് ലാബിലിറ്റിയിൽ 4 സ്പെഷ്യൽ റേറ്റ്, അത് പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. 4. ഏതൊക്കെ? കാഷ്വൽ ഇൻകം ഉണ്ടോ ടാക്സ് എത്ര? 30%. അത് ഈ സ്ലാബിലേക്ക് പോവോ? ഇല്ല. സ്ലാബ് ഒന്നും നോക്കണ്ട. ഇവിടെ അപ് ടു 2.5 എന്നുള്ള സ്ലാബ് ഒന്നും എന്തിനില്ല? കാഷ്വൽ ഇൻകത്തിനില്ല. എത്ര ആണോ ലോട്ടറി അടിച്ചത് 30% ടാക്സ്. LTCGO 20%, STCGO 15%, ഡീംഡ് ഇൻകം ഇത് ഫ്ലാറ്റ് റേറ്റുകളാണ്. ഇത് പഠിച്ചു വെക്കാം, ഫ്ലാറ്റ് റേറ്റുകളാണ്. ഇതെല്ലാം ക്വസ്റ്റ്യനിലുണ്ടോ? അതൊക്കെ സെപ്പറേറ്റ് ടാക്സ് ചെയ്യണം. എന്നിട്ട് ബാലൻസ് ഇൻകം എത്ര ആണോ അതാണ് ഈ സ്ലാബിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ ടാക്സും കൗണ്ട് ചെയ്യുക. അതിൻ്റെ മുകളിലാണ് സെസ് ആഡ് ചെയ്യേണ്ടത്, 4%. അതും ആഡ് ചെയ്താൽ കിട്ടുന്നതിന് വിളിക്കുന്ന ഒരു പേരുണ്ട്, ഗ്രോസ് ടാക്സ് ലാബിലിറ്റി. അതിനോട് 2 കാര്യങ്ങൾ ലെസ് ചെയ്യാം ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ. ഒന്ന്, അഡ്വാൻസ് ടാക്സ് പെയ്ഡ് സെപ്പറേറ്റ് ക്വസ്റ്റ്യനിൽ തരും, ഉണ്ടെങ്കിൽ ലെസ് ചെയ്യാം. TDS സെപ്പറേറ്റ് തരുമോ? ഇല്ല. കാഷ്വൽ ഇൻകവും ഇൻട്രസ്റ്റും ഉണ്ടോ TDS ഉണ്ടാവും. കാഷ്വൽ ഇൻകം ഇൻട്രസ്റ്റിനും TDS ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം, TDS ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇത്രയും ചെയ്താൽ നെറ്റ് ടാക്സ് ലാബിലിറ്റി കിട്ടും. ഇതാണ് ഈ ചാപ്റ്ററിൽ ഫുള്ള് ചെയ്യാനുള്ളത്. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ പ്രശ്നം എന്താ? ഓരോ ക്വസ്റ്റ്യനിൽ ഓരോ പുതിയ ഐറ്റം പഠിക്കാനുണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഓരോരോ പുതിയ ഐറ്റം പഠിക്കാനുണ്ടാവും. അതിന് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി ഈ ഇരിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുക, ഈ 4 സ്പെഷ്യൽ റേറ്റ് നിങ്ങളെ തലയിൽ കയറിയോ? ഏതൊക്കെയാണ്? കാഷ്വൽ ഇൻകത്തിന് 30, LTCGക്കോ? പിന്നെ ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ മാത്രം പഠിക്കരുത്, അണ്ടർ സെക്ഷൻ 111A 15 എല്ലാത്തൊക്കെ ഇതിലേക്ക് പോകും. പിന്നെ ഡീംഡ് ഇൻകം എത്രയാണ്? ഓക്കെ അല്ലേ? 75 ഫിക്സ്ഡാ, 60 + 25 സർചാർജ് ഇല്ലേ? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 75% ആവുന്നതാണ്. 60യും സർചാർജ് ആഡ് ചെയ്യുമ്പോൾ 75% ആവും. ഇപ്പൊ ഡയറക്റ്റ് എടുത്താലും മതി. സെസ് ഇവിടെ ചെയ്യും കോമൺ ആയിട്ട്.
അത് നേരത്തെ മാത്രം ചെയ്തുകൊണ്ടാണ്. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് എടുത്താൽ മതി. ഇതാ 78 എടുക്കണ്ട. അങ്ങനെ ആകുമ്പോൾ ഇവിടെ തെറ്റിപ്പോവും ആൻസർ. ഏതാ ഡൗട്ട്? ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാം. സ്പെഷ്യൽ റേറ്റാ? 4 എണ്ണം സ്പെഷ്യൽ റേറ്റ് ആണ്. എടാ ക്വസ്റ്റ്യനിൽ ലോട്ടറി അടിച്ചെന്നുണ്ടെങ്കിൽ 30%, LTCG ഉണ്ടെങ്കിലോ 20%, STCG ഉണ്ടെങ്കിലോ 15%, ഡീംഡ് ഇൻകം ഉണ്ടെങ്കിലോ 75%. ഏതാ? 60 25 കൂടി കൂട്ടിയതാണ് 75. 85 അത് അങ്ങനെയല്ല കൂട്ടാ. ടാക്സിന്റെ ടാക്സ് ആണ് സർചാർജ്. അങ്ങനെ കൂടുമ്പോൾ 75 വരുള്ളൂ. നിങ്ങളിത് പഠിച്ചു വെച്ചാൽ മതി, തെറ്റാനൊന്നുമില്ല. 75 എന്ന് ഡയറക്റ്റ് പഠിച്ചാൽ മതി. ഇവിടെ ഇത് ഓക്കെ ആണോ? ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഇത് ഓക്കെ ആണോ? പേടിക്കേണ്ട, 1-2 ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്യുമെന്ന്. ചെയ്താൽ മാത്രമേ ഇതിലൊരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അതിന് മുമ്പ് 1-2 കാര്യം കൂടി ഉണ്ട്. ഇന്ത്യയിൽ റിബേറ്റ് കിട്ടുന്ന കുറച്ച് പേരുണ്ട്. ആർക്കാ അറിയോ? റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. റിബേറ്റ് ആർക്കാ ഇന്ത്യയിൽ കിട്ടുക? എടാ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ പ്രോബ്ലത്തിലേക്ക് വരാം. ഇന്ത്യയിൽ ആർക്കാ റിബേറ്റ് കിട്ടുക? അണ്ടർ സെക്ഷൻ 87A ആരാ എലിജിബിൾ ആവാം? ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 lakh. എടാ ഇത് ശ്രദ്ധിച്ചില്ലേ? എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ പോയിന്റ് മിസ്സായാൽ പോലും ഈ ചാപ്റ്റർ എന്ത് ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു പോയിന്റ് മിസ്സായി, അത് മിസ്സായി. പിന്നെ അത് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? അതവിടെ ഫുള്ള് തെറ്റിയിട്ടുണ്ടാവും. റൈറ്റ്? റിബേറ്റ് ഇമ്പോർട്ടൻ്റാ. മിക്ക ക്വസ്റ്റ്യനിലും റിബേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. റിബേറ്റിന്റെ മീനിങ് എന്താ പറയുക? ഡിസ്കൗണ്ട്. റിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കൗണ്ട്. ഇൻകം ടാക്സ് ഡിസ്കൗണ്ട് കൊടുക്കും. ആർക്കാ ഡിസ്കൗണ്ട് കൊടുക്കുക? 5 ലക്ഷം അതിൽ കുറവോ ഇൻകം ഉള്ളവർക്ക് മാത്രമാണ്. ഒരാൾക്ക് 5,10,000 ഇൻകം ഉണ്ട്, അയാൾ റിബേറ്റിന് എലിജിബിൾ ആണോ? അല്ല. ആരാ റിബേറ്റിന് എലിജിബിൾ? ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ആ പോയിന്റ് കത്തിയോ എല്ലാവർക്കും? എത്ര റിബേറ്റ്? മാക്സിമം റിബേറ്റ് എത്ര? മാക്സിമം റിബേറ്റ് എത്ര? 12,500. എത്ര വരാം? എടാ ഒരാൾക്ക് മാക്സിമം ഇന്ത്യയിൽ എത്ര റിബേറ്റ് കിട്ടുള്ളൂ? 12,500. ഇത് ആർക്കേ കിട്ടുള്ളൂ? 5 ലക്ഷത്തിൽ കുറവുള്ളവർക്ക് കിട്ടും, വേറെ ആർക്കും കിട്ടൂല. ഇത് ഓക്കെ ആണോ? ഈ ഇരിക്കുന്ന എല്ലാവർക്കും ആ പോയിന്റ് തലയിൽ കയറിയോ? യെസ് ഓർ നോ? ആർക്കാ റിബേറ്റിന് എലിജിബിൾ ആവാം? ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 lakh. എത്ര റിബേറ്റ് കിട്ടാം? മാക്സിമം റിബേറ്റ് എത്ര? 12,500. ഡിസ്കൗണ്ട്, അത് ടാക്സ് അടിക്കേണ്ട. ഇത് കുറച്ചിട്ടുള്ള എമൗണ്ട് ടാക്സ് അടിച്ചാൽ മതി. ഇതിനാണ് റിബേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഓക്കെ ആണോ? ഇനി ഇന്ത്യയിൽ കുറച്ച് പേര് സർചാർജ് അടിക്കേണ്ടതുണ്ട്. ആരാ അറിയോ? സർചാർജ്. ഒരാളെ ടോട്ടൽ ഇൻകം എബോവ് 50 lakhs ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാം. എടാ സർചാർജ് ഒക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾ നോട്ട് ചെയ്യണമെന്നില്ലതാ, നമ്മളിവിടെ കൊടുത്തതിലുണ്ട്. സർചാർജ് എബോവ് 50 lakhs ആണെങ്കിൽ എത്ര? 10%. എബോവ് 1 crore ആണെങ്കിലോ 15. എബോവ് 2 crore ആണെങ്കിലോ, എബോവ് 5 crore ആണെങ്കിലോ 37. ഇത് ഓക്കെ ആണോ? എനിക്ക് പഠിക്കാൻ വേണ്ടി എടുക്കുന്നില്ലല്ലോ. ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഒന്നാമത്തെ എന്താ പറയുക, ഇത് റെക്കോർഡിങ് ആയതുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഒന്നാമത് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാത്തതും കാര്യങ്ങളും. രണ്ടാമത്തത് നിങ്ങൾക്കല്ലത് എക്സാമാണ്. 5th സെമ്മിനുള്ളതിനേക്കാൾ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ അത് എടുക്കുന്നത്. 5th കുറച്ചുകൂടി സ്മൂത്ത് ആയിരുന്നു എടുക്കാനുള്ള ഇതെല്ലാം ഞാൻ 5th എടുത്ത കണ്ടന്റ്. അതൊന്നും പുതിയതായിട്ട് പറയുന്നതല്ല. എല്ലാം 5th ഉണ്ടായിരുന്നു. റിബേറ്റ് 5th ഉണ്ട്. സർചാർജ് നമ്മൾ 5th ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഇതെല്ലാം സിമ്പിൾ ആണോ ചോദിച്ചാൽ സിമ്പിൾ ആണ്. ഇതൊന്നും നോക്കാണ്ട് പോയി എക്സാം ചെയ്ത് എല്ലാം ടഫായിരിക്കും. കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ല. റേറ്റ് ഒക്കെ എങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യും? നമുക്ക് ഓൺ വേർഡ്സിൽ റേറ്റ് എടുത്തിടാൻ പറ്റുമോ? ഇല്ല. വാട്ട് ഈസ് GTA എന്ന് വെച്ചാൽ ഓൺ വേർഡ്സിൽ എഴുതിക്കോ. കമ്പ്യൂട്ട് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓൺ വേർഡ്സിൽ ഒന്നും ചെയ്യാനില്ല. കാരണം ടാക്സ് കമ്പ്യൂട്ട് ആണെങ്കിൽ റേറ്റ്സ് അറിയണം. ആ റേറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്? ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാലേ എനിക്കിത് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിതിനെ മാക്സിമം ഷോർട്ട് ആക്കാനാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയൊരു ചാപ്റ്ററിനെ എത്ര പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റും അത്രയും ഷോർട്ട് ആക്കിയിട്ട് വേണ്ടത് പറയാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. ഈ സർചാർജ് ഒക്കെ പറയാണ്ടുന്ന ആ ക്വസ്റ്റ്യൻ വന്ന് എന്ത് ചെയ്യും? അതുകൊണ്ട് മാത്രമാണ് അതെല്ലാം തൊട്ടു പോകുന്നത്. അല്ലെങ്കിൽ അതൊന്നും പറയില്ലായിരുന്നു. പറയണമെന്ന് ഉറപ്പുള്ളതും ക്വസ്റ്റ്യൻ വരുന്ന ഉറപ്പുള്ളതും മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് വിട്ടുപോയാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഈ ചാപ്റ്ററിനുണ്ട്. നമ്മളത് സ്കിപ്പ് ചെയ്യേണ്ടി വരും. ആ 10 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം.
ഒരൊറ്റ പ്രോബ്ലം നമുക്ക് 10 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അത് ഈ ചാപ്റ്ററാണ്. വേറെ ഒരു ചാപ്റ്ററിലും പ്രോബ്ലം ഇല്ല 10 മാർക്കിന്. അപ്പം നിങ്ങളൊന്ന് സഹകരിച്ച്, എനിക്ക് സംഭവം മനസ്സിലാവും, ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമാണ്, കുറച്ച് ഫുഡൊക്കെ കഴിച്ച് വന്നിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സ്ട്രഗ്ലിങ് പീരീഡ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ സംസാരിക്കുകയും കൂടി ചെയ്യുമ്പോൾ നമ്മൾ ആകെ എന്തായി പോകും, എടുക്കുന്ന കൺവേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ നേരെ പ്രോബ്ലത്തിലേക്ക് തന്നെ പോവാം. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്? ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഈ ചാപ്റ്ററിലായിട്ട് നമ്മൾ പഠിച്ചത് 4 സ്പെഷ്യൽ റേറ്റാണ്. അപ്പോൾ ആരോ ചോദിച്ചത് അതെന്താ സംഭവം? ഒന്നുമില്ല. ഒരാൾക്ക് കാഷ്വൽ ഇൻകം ഉണ്ടെങ്കിൽ, കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, ലോട്ടറി അടിച്ച് ടാക്സ് എത്ര, 30%. അതാണ് സ്പെഷ്യൽ റേറ്റ്. ഈ സ്ലാബിലൊക്കെ ഒന്നും അത് നോക്കേ വേണ്ട. അത് ഓക്കെ ആണോ? ഒരാൾക്ക് LTCG ഉണ്ട്, ടാക്സ് എത്ര, 20%. STCG അണ്ടർ സെക്ഷൻ 111A ഉണ്ട്, 15%. ഡീംഡ് ഇൻകം ഉണ്ട്, 75%. ഇത്രയേ ഉള്ളൂ സ്പെഷ്യൽ റേറ്റ്. ഇതെല്ലാം കുറച്ചിട്ടുള്ള ബാലൻസ് ഇൻകം അല്ലേ, അതാണ് സ്ലാബിൽ അപ്ലൈ ചെയ്യുക. സ്ലാബ് ഏതാ? 2.5 to 5 നില്ല്, അപ് ടു 2.5 നില്ല്, 2.5 to 5 5%, 5 to 10 20%, എബൌട്ട് 10 30%. ഇതാണ് നമ്മളെ സ്ലാബ്. ഈ സ്ലാബ് അപ്ലൈ ചെയ്യുമ്പോൾ റിബേറ്റിന് എലിജിബിൾ ആണെങ്കിൽ റിബേറ്റ് കൊടുക്കണം. ആരാ ഇന്ത്യയിൽ റിബേറ്റിന് എലിജിബിൾ? ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 lakh. എത്ര റിബേറ്റ്? 12,500. ഇനി ഇതൊക്കെ സർചാർജ് ആണ്. സർചാർജിന്റെ മീനിങ് എന്താ? ടാക്സ് ഓൺ ടാക്സ് എന്നാ പറയാം. എന്താ പറയാ? ടാക്സിന്റെ മുകളിലുള്ള അഡീഷണൽ ടാക്സ്. ഇതെല്ലാവരും ഇന്ത്യയിൽ അടിക്കണോ? വേണ്ട. ആർക്കത് സ്റ്റാർട്ട് ചെയ്യുന്നത് 50 lakhs എബോവ് ഉള്ള ഒരാൾക്കാണ്. എത്ര സർചാർജ്? 10%. 1 CR കടന്നാലോ 15%. 2 CR കടന്നാലോ 25. 5 CR കടന്നാലോ 37. ഇതിന്റെ ന്യൂ റെജിം ഞാൻ തൊട്ടിട്ടില്ലേ, അത് ലാസ്റ്റ് ഞാൻ പറയുള്ളൂ. നിങ്ങൾ ഈ ന്യൂ റെജിം കാണുന്നുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണോ? ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് റേറ്റ്സ് ഇത്രയും ഓക്കെ ആണോ? യെസ് ഓർ നോ? ക്വസ്റ്റ്യൻ നമ്പർ 16 ക്വസ്റ്റ്യൻ നമ്പർ 16 ഫുൾ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യാൻ പോകുന്നത്. ന്യൂ റെജിം ഞാൻ ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ന്യൂ റെജിം ക്വസ്റ്റ്യൻസ് ചെയ്യാം, എന്നാലേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും നിങ്ങൾക്ക് മനസ്സിലാവാൻ സുഖമായിരിക്കും. 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 16 റാപ്പിഡ് റിവിഷനിലെ 16ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16 എടുക്കാം. അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യും. എടാ, ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുള്ളത്? GTA അല്ലേ തന്നത്? സ്റ്റാർട്ടിങ് ഏതാണ്? GTA ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 16 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് GTA വെച്ചിട്ടാണ്. എടാ, എല്ലാവരും ക്വസ്റ്റ്യൻ കണ്ടില്ലേ? GTA സ്റ്റാർട്ട് ചെയ്യും. ഗ്രോസ് ടോട്ടൽ ഇൻകം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രോസ് ടോട്ടൽ ഇൻകം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര? 6,75,000. ഇനി ലെസ്, എന്ത് ലെസ് ചെയ്യണം? ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U. 80C to 80U ലെസ് ചെയ്യണം. ആ ക്വസ്റ്റ്യൻ ഏതൊക്കെ ഉള്ളത് നോക്ക്. ഡിഡക്ഷൻസ്. ഷീ ഡെപ്പോസിറ്റഡ് ഇൻ RPF എലിജിബിൾ ആണോ? എടാ, RPF എന്തിൻ്റെ അണ്ടറിലാ വരാം? 80C. എത്ര എമൗണ്ട്? 50,000. നെക്സ്റ്റ് വൺ ഏതാ? ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടി. നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞതിലുള്ള ഒന്നാണ് അല്ലേ? 80GGC പൊളിറ്റിക്കൽ പാർട്ടി. എത്ര എമൗണ്ട്? 10,000. നെക്സ്റ്റ്, PM നാഷണൽ റിലീഫ് ഫണ്ട് എന്തിലാ പഠിച്ചത്? റിലീഫ് ഫണ്ട് 80G റിലീഫ് ഫണ്ട്, PM നാഷണൽ റിലീഫ് ഫണ്ട്. എത്ര എമൗണ്ട്? അതിന് വല്ല ലിമിറ്റും ഉണ്ടോ? എത്ര കൊടുത്താലും ക്ലെയിം ചെയ്യാം. പിന്നെ ഏതാ ഉള്ളത്? മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 80D മെഡിക്കൽ ഇൻഷുറൻസ്. എത്ര എമൗണ്ട്? മാക്സിമം എത്രേ കിട്ടുള്ളൂ? എടാ, ക്വസ്റ്റ്യൻ എത്ര തന്നത്?
അത് ശ്രദ്ധിക്കണേ. 80D ലിമിറ്റ് ഉണ്ട്. എത്ര ലിമിറ്റ്? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഡിഡക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 പറഞ്ഞ ഈ 4 തന്നെ. സി, അതുപോലെ GGC, GD, ഇത് 4 സ്ഥിരമായിട്ട് വരാം. എത്ര ടോട്ടൽ 1 lakh ആണോ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എടാ ഈ 1 lakh കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. എത്ര ടോട്ടൽ ഇൻകം? 5,75,000. എടാ ഇതുവരെ എത്ര ആൾക്കാർക്ക് മനസ്സിലായി? ഒന്ന് പറഞ്ഞേ. ഈ TI വരെ എത്ര ആൾക്കാർക്ക് ഓക്കെ ആണ്? റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഇനി ഇയാൾ റിബേറ്റിന് എലിജിബിൾ ആണോ? ആരാ റിബേറ്റിന് എലിജിബിൾ ഇന്ത്യയിൽ? 5 ലക്ഷത്തിൽ കുറവാവണം. ഇയാൾ 5 ലക്ഷത്തിൽ കുറവാണോ? ഇയാൾ റിബേറ്റിന് എലിജിബിൾ അല്ല. ഇനി സ്പെഷ്യൽ റേറ്റുകൾ വല്ലതും നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? കാഷ്വലോ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ നേരെ നമ്മൾ സ്ലാബിലേക്ക് പോകണം. നമ്മളെ സ്ലാബ് ഏതാണ്? ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം. സ്ലാബ് ഏതാണ്? അപ് ടു ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം എത്ര? 5,75,000 ആണ്. ഇതിന്റെ ടാക്സ് എത്ര വരാം? അപ് ടു 2.5 lakh നീൽ. 2.5 lakh to 5 lakh എത്ര പെർസെൻറ്റേജാ? എത്ര മാക്സിമം വരാം? 5 lakh to 10 lakh ഇയാൾക്ക് ഉണ്ടോ? എടാ 5 lakh to 10 lakh ഇയാൾക്ക് ഉണ്ടോ? 5 lakh to 5 lakh 75,000 ഉള്ളൂ. 5 lakh to 10 lakh ഉണ്ടെങ്കിൽ 5 lakh to 10 lakh നെയ്താ. പക്ഷെ 5 lakh മുതൽ ഇയാൾക്ക് എത്രയേ ഉള്ളൂ? 5,75,000 ഉള്ളൂ. അതിനെത്ര ടാക്സ് വരാം? അപ്പൊ എത്ര വരുന്നത്? 15,000. ഇപ്പൊ ടോട്ടൽ ടാക്സ് എത്രയും? ടോട്ടൽ ടാക്സ് ഏതാണെടാ? ഇത് സ്ലാബ് ആണ്. ഇതാണ് സ്ലാബ് എന്ന് പറയുന്ന സാധനം. ഇന്ത്യയിൽ ടാക്സ് അടിക്കുക സ്ലാബ് സിസ്റ്റത്തിലാണ്. 2.5 ലക്ഷം വരെ ഇന്ത്യയിൽ ആർക്കും എന്തില്ല? ടാക്സ് ഇല്ല. 2.5 ലക്ഷം വരെ ആർക്കും ടാക്സ് ഇല്ല. 2.5 to 5 ഇയാൾക്ക് ഇല്ലേ? കാരണം ഇയാൾക്ക് 5,75,000 ഇല്ലേ? 2.5 to 5 ആർക്ക് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ എത്ര കൊടുത്താൽ മതി? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ടാക്സ് വരാം. 5 to 10 20%. പക്ഷെ ഇയാൾക്ക് 5 to 10 ഇല്ല. എത്രയേ ഉള്ളൂ? അപ്പോൾ 5 lakh to 5,75,000 എന്ന് പറഞ്ഞാൽ 75,000. അതിന്റെ 20% ആണ് 15,000. ഇങ്ങനെയാണ് സ്ലാബിൽ അപ്ലൈ ചെയ്യുക. ഇനി സെസ് ആഡ് ചെയ്യണ്ടേ? സെസ് എത്ര വരാം? 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ്. എത്ര വരുന്നത്? 1,100. ഇത് ആഡ് ചെയ്താൽ കിട്ടുന്നതിനൊരു പേരുണ്ട്. ഇത് ആഡ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിനൊരു പേരുണ്ട്. ഗ്രോസ് ടാക്സ് ലാബിലിറ്റി. എത്ര എമൗണ്ട്? 28,000. ഇനി ഗ്രോസ് ടാക്സ് ലാബിലിറ്റി വരെ ഓക്കെ ആണോ? എടാ ഇത് വരെ ഓക്കെ ആണോ? ഇതിനോട് 2 കാര്യം ലെസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 2 കാര്യം ലെസ് ചെയ്യാം. ഒന്ന് ഏതാണ്? ഇത് എവിടെ തരും? ക്വസ്റ്റ്യനിൽ തരും. അഡ്വാൻസ് ടാക്സ് പെയ്ഡ് നിങ്ങൾക്ക് എവിടെ തരും? ക്വസ്റ്റ്യനിൽ തരും. എന്നാൽ നിങ്ങൾക്ക് അത് ലെസ് ചെയ്യാം. തന്നില്ലേ എടുക്കണ്ട. ഈ ക്വസ്റ്റ്യനിൽ ഇതില്ല. ഉണ്ടെങ്കിൽ ലെസ് ചെയ്യാം, അല്ലെങ്കിൽ എടുക്കണ്ട. എടാ ഇതാണ് ടാക്സ് അടിക്കേണ്ടത്. നിങ്ങൾ മുൻകൂട്ടി അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്തോ. ഇനി TDS ഉണ്ടെങ്കിലോ? TDS ഏതിനൊക്കെ ഉണ്ടാവാം? കാഷ്വൽ ഇൻകത്തിന് ഉണ്ടാവും. പിന്നെ ഇൻട്രസ്റ്റ്. വേറെ എന്ത് TDSും ക്വസ്റ്റ്യനിൽ പറയണം. വേറെ എന്തിനും TDS വരാം, പക്ഷെ അത് എവിടെ തരണം? ക്വസ്റ്റ്യനിൽ. കാഷ്വൽ ഇൻകം ഇൻട്രസ്റ്റ് നമുക്ക് അറിയണം. കാഷ്വൽ ഇൻകത്തിനും ഇൻട്രസ്റ്റിനും TDS നമുക്ക് അറിയണം. ബാക്കി ഏത് TDSും ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ അല്ലേ? അപ്പൊ TDSും നമ്മൾ ലെസ് ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ TDSനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇത്രയും ചെയ്ത നമ്മൾ ആൻസർ കിട്ടി. ആൻസറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? നെറ്റ് ടാക്സ് ലാബിലിറ്റി. എത്ര എമൗണ്ട്? 28,600. ഇതാണ് ഈ ചാപ്റ്ററിൽ ചെയ്യാനുള്ളത്. ഇതാണ് ഈ ചാപ്റ്റർ. ഇതാണ് ടാക്സ് കമ്പ്യൂട്ടേഷൻ. ഇത് ഓക്കെ ആണോ? എടാ സാധാ പോലെ സെസ് വരെ ആഡ് ചെയ്യാം. ഈ കിട്ടുന്നതിനോട് 2 ഡിഡക്ഷൻ 2 ലെസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ? അഡ്വാൻസ് ടാക്സ് പെയ്ഡും ലെസ് ചെയ്യാം. TDS ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യാം. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യേണ്ടത്. ഇത് ഓക്കെ ആണോ? ഇവിടെ അത് മനസ്സിലായിനോ? ഇത് ഏറ്റവും ഷോർട്ട് ക്വസ്റ്റ്യൻ.
ആ ക്വസ്റ്റ്യൻ തന്നെ നോക്ക്, വളരെ ചെറുതല്ലേ? അതിൻ്റെ ആൻസർ നോക്ക്, ചെറുതാണോ ആൻസർ? ആദ്യം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം, ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യണം. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഇത് ഓക്കെ ആണോ? സ്ലാബ് ഓക്കെ ആണോ? ഇതുവരെ ലെസ് ചെയ്യുന്നത് ഓക്കെയാണ്. ഇത് ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. അഡ്വാൻസ് ടാക്സ് പെയ്ഡ് എവിടെ തരും? ക്വസ്റ്റ്യനിൽ തരും. കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ നമ്പർ 17 സെൽഫായിട്ട് ചെയ്യും. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 17 ചെയ്യും. ചെയ്ത് നോക്ക്. 17 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, 17 ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സാലറി ഒക്കെ കമ്പ്യൂട്ടഡ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കാൻ മറന്നു പോകരുത്. ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ലെസ് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര? 50,000. അത് മറന്നു പോയത് ഈ ചാപ്റ്ററിലുണ്ട്. ഇൻകം ഫ്രം സാലറി എന്ന് മാത്രമേ ഉള്ളൂ, കമ്പ്യൂട്ടഡ് എന്നില്ലെങ്കിൽ 50,000 എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് 50,000. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 17 എന്തൊക്കെയാ ക്വസ്റ്റ്യനിലുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 17 എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് ചെക്ക് ചെയ്യും. ഇൻകം ഫ്രം സാലറി ഉണ്ടോ? ഇവിടെ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യും. ഇൻകം ഫ്രം സാലറി ഉണ്ട്, കമ്പ്യൂട്ടഡ് എന്നില്ലല്ലോ. എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. എത്ര എമൗണ്ട്? ദെൻ മന്ത്ലി റെന്റാ, അതിനും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. എടാ ഇതെല്ലാം കമ്പ്യൂട്ടഡ് ആണെങ്കിൽ ഡയറക്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ചെയ്യണം. സോ സാലറിയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ലെസ് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര എമൗണ്ട്? 50,000. എന്നിട്ടാണ് 6,70,000 വരാം. മന്ത്ലി റെന്റോ? മന്ത്ലി റെന്റ് ആയതുകൊണ്ട് ആദ്യം ഇൻറ്റു 12 ചെയ്യണ്ടേ? എന്നിട്ട് 30% എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ചെയ്യണം. രണ്ട് ഐറ്റത്തിനാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഏതൊക്കെ? സാലറിക്ക് 50,000ഉം HP ക്ക് 30%. ഇത് രണ്ടും നിങ്ങൾ തലയിലുണ്ടായാൽ മതി. ഓക്കെ അല്ലേ? ചെയ്ത് നോക്ക്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, നമുക്കത് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാം. ഫസ്റ്റ് ഹെഡിങ് കൊടുക്കാം. ഫസ്റ്റ് ഹെഡിങ് ഏതാ? ഇൻകം ഫ്രം എത്ര ക്വസ്റ്റ്യനിൽ തന്നത്? 7 lakh. സാലറിക്ക് നമുക്കറിയാം എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര പെർസെൻറ്റേജാ? സോറി, എത്ര എമൗണ്ട്? 50. ഇത് ലെസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ആണ് ഔട്ടർ കോളത്തിലേക്ക് എഴുതേണ്ടത്. ഇതെല്ലാവർക്കും ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണോ? സാലറിൻ്റെത് യെസ് ഓർ നോ? ഓരോന്ന് എടുത്ത് പഠിക്കാം. കാരണം നമുക്ക് ഇനി ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ ഒരു ക്വസ്റ്റ്യനും കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സാലറിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? 50,000. രണ്ടാമത്തെ ഹെഡ് ഏതാ? ഇൻകം ഫ്രം HP. എങ്ങനെയാ ക്വസ്റ്റ്യനിൽ തന്നത്? കമ്പ്യൂട്ടഡ് ആണോ? അല്ല, മന്ത്ലി റെന്റ്. എത്ര റെന്റ് ക്വസ്റ്റ്യനിൽ? 16,500 ഇൻറ്റു 12 ചെയ്യണം. എത്ര വരാം? 1 lakh. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ടോ HP ക്ക്? ഉണ്ട്. എത്ര സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. എത്ര വരുന്നത്? 59. ഇത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻകം ഫ്രം HP എത്ര വരുന്നത്? 1 lakh. 1,38,000. ഇതിൽ എന്തെങ്കിലും ലോസ് ഉണ്ടോ നോക്ക്. എടാ എന്തെങ്കിലും ലോസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ലേ. ഇൻട്രസ്റ്റ് പേയ്മെന്റ് അതാ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി. എടാ ലോസ് ഫ്രം
എടാ ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണേ. ലോസ് ഫ്രം സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ട്, ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 24B ക്ലെയിം ചെയ്യാം. എടാ സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ഒരേ ഒരു ലോസേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, അതേതാ? ഇൻട്രസ്റ്റ്. ഈ ക്വസ്റ്റിൽ ഇൻട്രസ്റ്റ് ഇല്ലേ? യെസ് ഓർ നോ? പ്രിൻസിപ്പൽ വാല്യൂ തന്നിട്ടില്ലേ? 80C, പ്രിൻസിപ്പൽ എമൗണ്ട് 80C. ഇൻട്രസ്റ്റ് ഇവിടെ നമ്മളത് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിൻസിപ്പൽ എമൗണ്ട് 80Cയിലും ഇൻട്രസ്റ്റ് ഇവിടെ ക്ലെയിം ചെയ്യുക. ഇൻട്രസ്റ്റ് എമൗണ്ട് എത്ര? 30,000. അത് ലെസ് ചെയ്താൽ ഇൻകം ഫ്രം HP കിട്ടി. സോറി 38 അല്ലേ? 38. ഇത് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻകം ഫ്രം HP. എത്ര ഇൻകം ഫ്രം HP? 1,06,000 ആണോ? എടാ 1,06,000 ആണോ? ഇത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഏതാണുള്ളത് നോക്ക്. നെക്സ്റ്റ് വൺ PGBP ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. PGBP ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒന്നും പറയുന്നില്ല, അപ്പം അത് നില്ലിട. PGBPന്റെ അവിടെ നില്ലിട. റൈറ്റ്. നെക്സ്റ്റ് വൺ ഏതാ? ക്യാപിറ്റൽ ഗെയിൻ ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ? എടാ ക്യാപിറ്റൽ ഗെയിൻ ഏതൊക്കെ ഉള്ളത്? LTCG മാത്രമേ ഉള്ളൂ അല്ലേ? LTCG മാത്രമേ ഉള്ളൂ. എത്ര എമൗണ്ട്? 38,000 ആണോ? നെക്സ്റ്റ് വൺ അതർ സോഴ്സ് ഉണ്ടോ? ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ടോ? ഏതാ ഉള്ളത്? കാഷ്വൽ ഇൻകം, വിന്നിങ് ഫ്രം ഓൺലൈൻ ലോട്ടറി. കാഷ്വൽ ഇൻകം. ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? വിന്നിങ് എമൗണ്ട്. നെറ്റാണ് TDS കുറച്ചത്. എടാ ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം തന്നെ എടുക്കുക. ഗ്രോസ് സെയിം തന്നെ എടുക്കുക. എത്ര എമൗണ്ട്? 60,000. നെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രോസപ്പ് ചെയ്യണം. എങ്ങനെ ഗ്രോസപ്പ് ചെയ്യാം? 100/70. ഇവിടെ എങ്ങനെ ഗ്രോസപ്പ് ചെയ്യാം? ഞാൻ ഇവിടെ നോട്ട് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് അവിടെ കൊടുത്താൽ മതി. ഗ്രോസപ്പ് ചെയ്യൽ എങ്ങനെയാണ്? നെറ്റ് എമൗണ്ട് ഇൻറ്റു 100/70. ഇവിടെ ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി ഗ്രോസ് വാല്യൂ ആണ്. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? GTI, ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര വരുന്നത്? ടോട്ടല് 8,68,600. ഇതാണോ? 8,68,000. എടാ ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്സ് ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ചോദിക്കാം. സാലറിക്ക് ഡിഡക്ഷൻ പഠിച്ചോ? സാലറിന്റെ ഡിഡക്ഷൻ എത്രയാണ്? 50,000. സാലറിൻ്റെ അല്ലേ? സാലറി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ചെയ്യണ്ട, അല്ലെങ്കിൽ ചെയ്യണം. ഇൻകം ഫ്രം HP എന്ന് പറഞ്ഞാൽ ചെയ്യണ്ട. ഇൻകം ഫ്രം HP എന്ന് പറഞ്ഞാൽ ചെയ്യണ്ട. റെന്റ് എന്ന് പറഞ്ഞാൽ ചെയ്യണം. ഇൻകം ഫ്രം HP എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കമ്പ്യൂട്ടർ. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് എടുക്കാം. റെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കണം. എടാ ഈ ഇരിക്കുന്ന എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓക്കെ ആണോ? യെസ് ഓർ നോ? നെക്സ്റ്റ് PGBPയിൽ ക്വസ്റ്റ്യനിൽ ഒന്നുമില്ല. ക്യാപിറ്റൽ ഗെയിനിൽ ഏതാ ഉള്ളത്? LTCG. എടാ അതർ സോഴ്സിൽ കാഷ്വൽ ഇൻകം ഇമ്പോർട്ടൻ്റാ. കാഷ്വൽ ഇൻകം നെറ്റ് ആണെങ്കിൽ ഗ്രോസപ്പ് ചെയ്യണം. ഗ്രോസ് എന്ന് പറഞ്ഞാലോ അങ്ങനെ തന്നെ എടുത്താൽ മതി. ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ഇനി ഡിഡക്ഷൻസ് ഏതൊക്കെ ഉള്ളതെന്ന് ചെക്ക് ചെയ്യും. ക്വസ്റ്റ്യനിൽ ഡിഡക്ഷൻസ് ഏതൊക്കെ ഉള്ളത്? ലെസ് ഡിഡക്ഷൻസ് ഏതൊക്കെ ഉള്ളതെന്ന് ചെക്ക് ചെയ്യും. 80C ഉണ്ടോ? ഏതാ 80C? 80C മെഡിക്കൽ ഇൻഷുറൻസ് ആണോ? 80Cയിൽ ഏതൊക്കെ തന്നിട്ടുണ്ട്? ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്. ദെൻ എത്ര വരുന്ന രണ്ടും കൂടി? ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ ചെയ്തതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ഞാൻ ക്വസ്റ്റ്യനിൽ കാണിച്ചു തരാം. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ലോണം ശ്രദ്ധിക്കണേ. ഞാനും ശ്രദ്ധിച്ചില്ല, ഇപ്പം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചു. എന്താണെന്നുള്ള ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. റീപേയ്മെന്റ് ഓഫ് ലോൺ ടേക്കൺ ഫോർ കൺസ്ട്രക്ഷൻ ആണെങ്കിലേ നമുക്ക് 80Cയിൽ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടുള്ളൂ. റിനോവേഷൻ ലോൺ നമുക്ക് എവിടെ കിട്ടൂല?
80C കിട്ടൂല. അപ്പോൾ ഒന്ന് എവിടുന്ന് ലെസ്സായി? 80C നമുക്ക് എന്ത് കിട്ടില്ല എന്ന് മനസ്സിലായി? പ്രിൻസിപ്പൽ വാല്യൂ കിട്ടൂല. അതിന്റെ കാരണം എന്താ? ഈ ലോൺ എടുത്തത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടല്ല. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കിട്ടും. രണ്ടാമത്തെ മിസ്റ്റേക്ക് എവിടെ വന്നറിയോ? ഇവിടെ ലോസ് ഫ്രോം സെൽഫ് ഓക്കുപ്പൈഡ് ഇല്ലേ, റിനോവേഷൻ ആണെങ്കിൽ ലിമിറ്റ് ഉണ്ട്. നമ്മളന്ന് പഠിച്ചതാ 30,000. എത്ര വരാം? 30,000. അപ്പോൾ ഇവിടെ ആൻസർ എത്ര? 1,08,600 ആവും. രണ്ട് സ്ഥലത്തും മിസ്റ്റേക്ക് വരാനുള്ള കാരണം എന്താ? മിസ്റ്റേക്ക് വന്നത് നന്നായി. രണ്ട് റൂള് പഠിച്ചില്ലേ? എടാ മിസ്റ്റേക്ക് വന്നത് നന്നായി. ഇവിടെ നോക്ക്, HP നമുക്ക് എപ്പോഴും കമ്പ്യൂട്ടേഷനിൽ ചോദിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നോക്ക്, HP ഒന്നും കൂടി പറയുകയാണെ. HP ആണ് നമുക്ക് മെയിൻലി കാൽക്കുലേഷൻ വരാറുള്ളത്. HP നമ്മൾ സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി കൺസ്ട്രക്ഷൻ ഫോർ ഹൗസ് ആണെങ്കിൽ 2 lakh വരെ കിട്ടും. 2 lakh വരെ കിട്ടും. റിനോവേഷൻ ആണെങ്കിലോ 30 മാക്സിമം ലിമിറ്റ്. 38 ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ എത്ര കിട്ടുള്ളൂ? 30 കിട്ടുള്ളൂ. 80C ക്ലെയിം ചെയ്യാനും പറ്റില്ല. 80C നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ റൂൾ എന്താ? ലോൺ ടേക്കൺ ഫോർ കൺസ്ട്രക്ഷൻ ആയിരിക്കണം. ഇപ്പം 80C അത് പോവോ? ഇല്ല. ഇവിടെ മാക്സിമം എത്ര കിട്ടാം? 30,000. ഈ രണ്ട് റൂള് റിനോവേഷൻ ആണെങ്കിൽ മാറും. ക്ലിയർ ആണോ? ഇപ്പം രണ്ട് റൂള് നമ്മൾ പഠിച്ച്, ലോൺ ടേക്കൺ ഫോർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 2 ലക്ഷം വരെ ഇവിടെ കിട്ടും, 80C ക്ലെയിം ചെയ്യാം. റിനോവേഷൻ ആണെങ്കിലോ 30,000 മാക്സിമം കിട്ടും, 80C ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ആ രണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് തെറ്റിച്ചാന്ന് കൂട്ടിക്കോ. ലാഭമായില്ലേ? ഒരു പുതിയ കാര്യം കൂടി പഠിച്ചല്ലേ? ഇതെല്ലാം നമ്മൾ പഠിച്ചത് എവിടെ അറിയോ? അങ്ങ് 5th സെമ്മിൽ. ഇപ്പൊ ടോട്ടൽ എത്ര വരുന്നത്? 8,76,600 ആണോ? ഇനി 80C ലൈഫ് ഇൻഷുറൻസ് എമൗണ്ട് എത്ര? എടാ ലൈഫ് ഇൻഷുറൻസ് എമൗണ്ട് എത്ര? യെസ്, ഷുവർ. നമ്മൾ ലോൺ എടുത്ത് സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടിന്റെ റിനോവേഷന് ഇൻട്രസ്റ്റ് അതിന് മാക്സിമം ലിമിറ്റ് ഉണ്ട്. റിനോവേഷൻ ആണെങ്കിൽ 30 കിട്ടുള്ളൂ. 5th സെമ്മിലുള്ള റൂളാണ് അത്. ഞാൻ ഇപ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് റിവൈസ് ചെയ്യാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായതുകൊണ്ട്. എടാ ഇത് സെൽഫ് ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി അല്ലേ? ഇത് ലോൺ ടേക്കൺ ഫോർ കൺസ്ട്രക്ഷൻ ആണെന്ന് കൂട്ടിക്കോ. ഈ സ്ഥാനത്ത് നമുക്ക് എത്ര കിട്ടും? 2 ലക്ഷം വരെ കിട്ടും. റിനോവേഷൻ ആണ് മാക്സിമം എത്ര കിട്ടുക? 30 കിട്ടുക. 80C ക്ലെയിം ചെയ്യാനും പറ്റില്ല. റിനോവേഷൻ 80C ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണേ. 80C ക്ലെയിം ചെയ്യാനും പാടില്ല, ഇവിടെ 30 കിട്ടുള്ളൂ. ഇത് ഓക്കെ അല്ലേ? ഈ രണ്ട് പോയിന്റ്. ഇത് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നീ പറഞ്ഞാൽ ശരിയാ, 38 കിട്ടും, 80C ആ എമൗണ്ടും കിട്ടും. 80C ക്ലെയിം ചെയ്യാം, ഇൻട്രസ്റ്റ് 38 ക്ലെയിം ചെയ്യാം. എടാ അത് ഓക്കെ ആണോ? ഇനി ഡിഡക്ഷൻ ഏതാ ഉള്ളത്? 80C അല്ലാണ്ട് വേറെ ഏതാ ഉള്ളത്? മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഫോർ ഹിസ് ഫാമിലി 32,000 കിട്ടോ? 80D ആണത്. 80D മാക്സിമം എത്ര കിട്ടാം? മെഡിക്കൽ ഇൻഷുറൻസ് 25,000. നെക്സ്റ്റ്, ഡൊണേഷൻ ടു നാഷണൽ ഡിഫൻസ് ഫണ്ട്. നമ്മൾ പറയുന്ന തന്നെ റിപ്പീറ്റ് ചെയ്യുക. CDGGGC ഇതൊന്ന് നോട്ട് ചെയ്യണം. ഇതിങ്ങനെ റിപ്പീറ്റ് ആവും. എത്ര എമൗണ്ട് ഡൊണേഷന്? എടാ നാഷണൽ ഫണ്ടിന് ലിമിറ്റ് ഉണ്ടോ? ഫുള്ള് ക്ലെയിം ചെയ്യാം. ഇപ്പൊ ടോട്ടൽ എത്ര വരുന്നത് നോക്ക്. ടോട്ടൽ ഇൻകം എത്ര വരുന്നത്? ടോട്ടൽ ഡിഡക്ഷൻ 67,000. സോ നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം കിട്ടി. എത്ര ടോട്ടൽ ഇൻകം? ടോട്ടൽ ഇൻകം എത്ര വരുന്നത്? 67 കുറച്ചാൽ 8,09,600. 8,09,600 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. 8,09,600 ഇതാണ് ടോട്ടൽ ഇൻകം. 8,09,600. ഇതൊന്ന് കമ്പ്യൂട്ട് ചെയ്യും. ടാക്സ് ലയബിലിറ്റി സ്പെഷ്യൽ റേറ്റുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? കാഷ്വൽ ഇൻകം മാത്രമേ ഉള്ളൂ. LTCG ഉണ്ട്. അത് രണ്ടും സ്പെഷ്യൽ ടാക്സ്.
ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? എടാ ഇവിടെ നോക്ക്, സ്പെഷ്യൽ റേറ്റിലേക്ക് നമുക്ക് വരാം. സ്പെഷ്യൽ റേറ്റിൽ ഏതൊക്കെ ഈ ക്വസ്റ്റ്യനിലുള്ളത്? സ്പെഷ്യൽ റേറ്റ് ടാക്സ് ഓൺ കാഷ്വൽ ഇൻകം. എത്ര കാഷ്വൽ ഇൻകം ക്വസ്റ്റ്യനിൽ? 60,000 അല്ലേ? അപ്പോൾ എത്ര ടാക്സ് വരാം? 30%. എത്ര വരും? 18,000. നെക്സ്റ്റ് വൺ ഏതാ? ടാക്സ് ഓൺ LTCG. എത്ര മാക്സിമം ടാക്സ്? എത്രയാണ് LTCG എമൗണ്ട്? 38,000ൻ്റെ എത്ര വരും? 7,600. ഈ രണ്ടെണ്ണം നിങ്ങൾക്ക് ഓക്കെ ആണോ? എടാ സ്പെഷ്യൽ റേറ്റിൽ രണ്ടും ഓക്കെ ആണോ? യെസ് ഓർ നോ? കാഷ്വൽ ഇൻകം ലാസിം, ഇത് രണ്ടും ഓക്കെ ആണോ? കാഷ്വൽ ഇൻകം LTCG ഓക്കെ ആണോ? നോ ആണോ? ഓക്കെ ആണ്. എടാ ഈ ഇരിക്കുന്ന എല്ലാവർക്കും സ്പെഷ്യൽ റേറ്റ് എന്താണെന്ന് മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ കാഷ്വൽ ഇൻകം ഉണ്ടെങ്കിൽ 30 എടുക്കണം, LTCG ഉണ്ടെങ്കിലോ? ഇത് ഓക്കെ അല്ലേ? ഇനി ടാക്സ് ഓൺ ബാലൻസ് ഇൻകം എത്ര വരുന്നത് നോക്ക്. ടാക്സ് ഓൺ ബാലൻസ് ഇൻകം ഇതെങ്ങനെ കണ്ടുപിടിക്കുക? എടാ ടോട്ടൽ ഇൻകം എത്ര നോക്ക്. ടോട്ടൽ ഇൻകം എത്ര? 8,09,000. അതിൽ നിന്ന് എന്തൊക്കെ മൈനസ് ചെയ്യണം? 60,000 മൈനസ് ചെയ്യണം, 38,000 മൈനസ് ചെയ്യണം. കാരണം അത് രണ്ടും ഓൾറെഡി എന്ത് ചെയ്തു? ടാക്സ് ചെയ്തു. ഇനി ബാലൻസ് ഇൻകം എത്ര? 7,11,600 ആണോ? ഇത് ഏത് ടാക്സാ നമ്മൾ അപ്ലൈ ചെയ്യാം? ഇതിന് ഏത് ടാക്സ് അപ്ലൈ ചെയ്യാം? സ്ലാബ് അല്ലേ? ഇതൊന്ന് ശ്രദ്ധിക്കണേ. നമ്മളിത് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. സെയിം എക്സാമ്പിൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. സ്പെഷ്യൽ റേറ്റ് ചെയ്തിട്ട് വേണം ബാലൻസ് ഇൻകം കാണാൻ. ഇതാണ് ടാക്സിലേക്ക് അപ്ലൈ ചെയ്യാം. ആ പോയിന്റ് ക്ലിയർ ആണോ? ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ ടോട്ടൽ ഇൻകം. അതിന് എന്തൊക്കെ മൈനസ് ചെയ്യണം? ഈ രണ്ട് ടാക്സ് ചെയ്തില്ലേ, അത് രണ്ടും മൈനസ് ചെയ്യാം. ബാക്കി എത്ര ഉള്ളത്? ഇതാണ് സ്ലാബിൽ അപ്ലൈ ചെയ്യാം. സ്ലാബ് ഏതാണ്? അപ് ടു 2.5 lakh നിൽ 2.5 lakh to 5 lakh. എത്ര പെർസെൻറ്റേജാ? മാക്സിമം എത്ര വരാം? 5 lakh to 10 lakh. ഇയാൾക്ക് 10 lakh ഉണ്ടോ? അതിൻ്റെ 20% എത്ര വരുന്നത് നോക്ക്. 42,000. ഇതെല്ലാം കൂടി ആഡ് എത്ര വരുന്നത്? 54,820. ഇനി ഇത് മൂന്നും ടോട്ടലായി. ഇത് മൂന്നും കൂടി ടോട്ടൽ ചെയ്ത് എത്ര വരുന്നത്? 80,000. ഇതിനോട് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? എത്ര പെർസെൻറ്റേജ് ആണ്? 4%. എത്ര വരുന്നത് നോക്ക്. 3,000 നമുക്ക് റൗണ്ട് ചെയ്യാം, 217. ആ കിട്ടുന്ന ആൻസറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്രോസ് ടാക്സ് ലാബിലിറ്റി. എത്ര എമൗണ്ട്? 83,637 ആണോ? ഇതിനോട് നമുക്ക് എന്തൊക്കെ ലെസ് ചെയ്യാൻ പറ്റും? അഡ്വാൻസ് ടാക്സ് പെയ്ഡും TDS ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഏതാ ഉള്ളത്? കാഷ്വൽ ഇൻകം. അത് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ടാക്സ് ലാബിലിറ്റി കിട്ടും. എത്ര വരുന്നത്? നെറ്റ് ടാക്സ് ലാബിലിറ്റി 65,037. ഇതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, $65,637. ഏതാ? ടോട്ടൽ ഇൻകം കൂടി ഉള്ള അടിയിൽ. ഇത് കംപ്ലീറ്റ് ചെയ്തോ? ഇത് ഓക്കെ ആണോ? ഈ 3 ക്വസ്റ്റ്യൻ ഓക്കെ ആണ്? ഇപ്പോൾ പറഞ്ഞേ.
ഓക്കെ ആണോ? ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ടോട്ടൽ ഇൻകം വരെ മതി. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ വരും. ഇവിടെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിച്ചത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം എന്ന് മാത്രം ഉള്ളെങ്കിൽ ഏത് വരെ ചെയ്യേണ്ടതെന്നാ? ഇതുവരെ ചെയ്താൽ മതി. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലാബിലിറ്റി ആണെങ്കിലോ ഫുള്ള് ചെയ്യണം, ഇത് മുതൽ അത് വരെ ചെയ്യണം. ടാക്സ് ലാബിലിറ്റി ആണെങ്കിൽ 10 മാർക്കിനെ വരൂ, 5 മാർക്ക് ഇത് ചോദിക്കാനേ കഴിയില്ല, കുറച്ച് ലെങ്തിയാ ക്വസ്റ്റ്യൻ. ഇത് മാത്രം ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കും. ഏതാണെടാ? അതെ അതെ അതെ, സെയിം എമൗണ്ട് തന്നെ വരാം. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അതിന് മുമ്പ് ഒന്ന് എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കോ, വെറുതെ ഒരു രസം, വെറുതെ ഒരു രസം. ആരാ എടാ, നിങ്ങളില്ലേ ഒരു 5 മിനിറ്റ് ഒന്ന് വെറുതെ അങ്ങനെ നിന്നു. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരും പല സ്ഥലത്തുനിന്ന് അങ്ങോട്ട് വന്നത്, ചില ദൂരത്തുനിന്ന് വന്നവരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടാണ്ട് വിടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സങ്കടമാണ്, റൈറ്റ്? പ്രത്യേകിച്ച് നിങ്ങളൊരു എമൗണ്ട് പേ ചെയ്തിട്ടാണ് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട്. ഫ്രീ ആണ്, ഞാൻ എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിക്കും. പക്ഷെ അതപ്പോൾ അങ്ങനെ ചെയ്യാനും പറ്റില്ല. നിങ്ങൾ 3 പേ ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നും കിട്ടാണ്ട് പോകാൻ അതൊരു നെഗറ്റീവായി പോകും. പല ആൾക്കാർക്കും പകുതിയിൽ കുറവേ ഉച്ചക്കത്തെ ശേഷമുള്ള കിട്ടിയിട്ടേ ഉള്ളൂ. പക്ഷെ അത്രമാത്രം ടഫായിട്ടുള്ള ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളൊന്ന് എണീക്കാൻ പറഞ്ഞാൽ കുറച്ച് പേരെങ്കിലും ഒന്ന് മടി പിടിച്ചിരിക്കുക, ഒന്ന് റെഡി ആയിക്കോട്ടെ വെച്ചിട്ടാ ഇനിയിരുന്നു. ഞാൻ ഒരു 5 മിനിറ്റ് ഞാനത് കൺക്ലൂഡ് ചെയ്യാണ്, ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാണ്. ഒന്ന് ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിന്നോട്ടെ, കൺക്ലൂഡ് ചെയ്യാൻ നമുക്കിത് കറക്റ്റാണ്. ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം, എന്നിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 8 മാർക്കെങ്കിലും സ്കോർ ചെയ്യാം. എങ്ങനെ പോയാലും 1-2 എണ്ണം ചില പറയാത്ത വന്നേക്കാം, അത്രയും വലിയ ചാപ്റ്ററാണ്. പക്ഷെ 8 മാർക്കെങ്കിലും എങ്ങനെ വന്നാലും സ്കോർ ചെയ്യാം. അതിനാണ് ഞാൻ പറയുന്നത്. ഓരോന്ന് പറയാം. ഇൻകം ഫ്രം സാലറി, കമ്പ്യൂട്ടർ ആണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യരുത്. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 50,000 എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ആ പോയിന്റ് ക്ലിയർ ആണോ? ഇൻകം ഫ്രം HP, കമ്പ്യൂട്ടർ ആണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക. റെന്റ് എന്നാണ് തന്നെങ്കിലോ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കണം. എത്ര പെർസെൻറ്റേജ്? 30%. ആ പോയിന്റ് ഓക്കെ ആണല്ലോ. പിന്നെ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീൻ്റെ ഡൗട്ടാണ് ചോദിച്ചത്. സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാം, 2 ലക്ഷം വരെ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീൻ്റെ കൺസ്ട്രക്ഷൻ അല്ലേനും റിനോവേഷൻ ആണ്. അതിന് ലിമിറ്റ് എത്ര? 2 ലിമിറ്റാണ് സെൽഫ് ഒക്യുപ്പൈഡിനുള്ളത്. കൺസ്ട്രക്ഷൻ 2 lakhും റിനോവേഷൻ 30ഉം. അങ്ങനെ നമ്മൾ HP കംപ്ലീറ്റ് ചെയ്യുക. PG BP-യും ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ആണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യാനുണ്ടാവും. കമ്പ്യൂട്ട് ചെയ്യാണ്ടാവുക ഡിപ്രീസിയേഷനാണ്. ഡിപ്രീസിയേഷൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ചെയ്യേണ്ടി വരും, വേറെ ഒന്നും ചെയ്യാനില്ല. ക്യാപിറ്റൽ ഗെയിന് ശ്രദ്ധിക്കേണ്ട എന്താ? 2 ക്യാപിറ്റൽ ഗെയിനേ ഉള്ളൂ. ലോങ് ടേമും ലോസ് ഉണ്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യുക, ഇല്ലെങ്കിലോ നേരെ അങ്ങനെ തന്നെ എടുക്കാം. അതർ സോഴ്സ് ശ്രദ്ധിക്കാനുണ്ട്, നിങ്ങൾ അടിവാരട്ട് പഠിച്ചു വെക്കണം. കാഷ്വൽ ഇൻകം 2 രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാം. ഒന്ന് നെറ്റ് എമൗണ്ട്. നെറ്റ് എമൗണ്ട് എങ്ങനെ മനസ്സിലാവാം? എമൗണ്ട് റിസീവ്ഡ് ഫ്രം വിന്നിങ് ലോട്ടറി നെറ്റ് എമൗണ്ടാ. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നെറ്റ് എമൗണ്ടാ. ക്വസ്റ്റ്യനിൽ നെറ്റ് എന്നുണ്ടെങ്കിൽ നെറ്റ് എമൗണ്ടാ. നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, 100/70 അപ്ലൈ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഏത് വാല്യൂ കിട്ടുള്ളൂ? ഗ്രോസ് വാല്യൂ. നമ്മൾ ഏത് വാല്യൂ കാഷ്വൽ ഇൻകം എടുക്കേണ്ടത്? ഗ്രോസ് വാല്യൂ. ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് എന്താ തന്നത്? ഗ്രോസ് എന്നാ തന്നത്, അത് ഡയറക്റ്റ് എടുക്കാം. നെറ്റാണ് തന്നെങ്കിലോ 100/70. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ടോട്ടൽ ചെയ്താൽ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരെന്താ? GTI. GTI കഴിഞ്ഞാൽ പിന്നെ ഡിഡക്ഷൻസ്, അതാണ് ചാപ്റ്റർ നമ്പർ 2. നമ്മൾ പഠിച്ച ഡിഡക്ഷൻസ് ഏതൊക്കെ ഉണ്ടെന്ന് ഫുള്ള് ചെക്ക് ചെയ്യാം. സ്ഥിരമായിട്ട് വരുന്ന ഏതാ? C, D, G, GG, C സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ഇത് ഓക്കെ അല്ലേ? ഇത്രയും ചെയ്ത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് ഇനി ടാക്സ് ലാബിലിറ്റി, ഇതാണ് ഉച്ചയ്ക്ക് ശേഷം എടുത്തത്. ടാക്സ് ലാബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യല് ടോട്ടൽ ഇൻകം വരെ കിട്ടിയില്ലേ? എടാ ടോട്ടൽ ഇൻകം വരെ കിട്ടിയില്ലേ? ആ ടോട്ടൽ ഇൻകത്തിൽ സ്പെഷ്യൽ റേറ്റ് ഉള്ള 4 എണ്ണം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഏതൊക്കെ 4 എണ്ണം? കാഷ്വൽ ഇൻകം എത്ര പെർസെൻറ്റേജാ? 30. LTCG ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ എത്ര? അത് 2 ഈ ക്വസ്റ്റ്യനിലില്ലേ? പിന്നെ ഏതാ ചെക്ക് ചെയ്യേണ്ടത്? STCG അണ്ടർ സെക്ഷൻ 111 ഈ ക്വസ്റ്റ്യനിലില്ല. ഡീംഡ് ഇൻകം 75% ഈ ക്വസ്റ്റ്യനിലില്ല. ഇത് 4ഉം ടാക്സ് ചെയ്യുക. ഇതാണ് ആദ്യ ഘട്ടം. ക്ലിയർ ആണോ? എടാ ആദ്യം ഘട്ടം എന്താ? ഈ 4 സ്പെഷ്യൽ റേറ്റ് ടാക്സ് ചെയ്യുക. ഇത് ഓക്കെ അല്ലേ? എന്നിട്ട് ബാലൻസ് ഇൻകം കാണാം. എങ്ങനെ ബാലൻസ് ഇൻകം കാണാം? ടോട്ടൽ ഇൻകത്തിൽ നിന്നും ടാക്സ് ചെയ്തത് മൈനസ് ചെയ്യാം.
ബാലൻസ് ഇൻകം കിട്ടി. ഇതാണ് സ്ലാബിൽ അപ്ലൈ ചെയ്യുക. സാധാ പോലെ സ്ലാബ് ചെയ്യുക, സെസ് ആഡ് ചെയ്താൽ കിട്ടുന്ന പേരെന്താണ്? ഗ്രോസ് ടാക്സ് ലാബിലിറ്റി. രണ്ടെണ്ണം ഡിഡക്റ്റ് ചെയ്യാം. അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ക്വസ്റ്റ്യനിൽ തരും, അടുത്ത ക്വസ്റ്റ്യനിലിട്ടുണ്ട് അത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഏതാ? TDS ഓൺ കാഷ്വൽ ഇൻകം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിഡക്റ്റ് ചെയ്യാം. ബാക്കിയുള്ളതിന് നെറ്റ് ടാക്സ് ലാബിലിറ്റി എന്ന് പറയും. ഇത് ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലാണോ അഡ്വാൻസ് ടാക്സ് ഉള്ളത്? ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 18 ക്വസ്റ്റ്യൻ നമ്പർ 18 ചെറിയ ക്വസ്റ്റ്യൻ അല്ലേ? ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. 18 ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യില്ലെങ്കിൽ നമുക്ക് ചെയ്യണ്ട. എത്ര പേർക്ക് ചെയ്യേണ്ടെന്നാണ്? ക്വസ്റ്റ്യൻ നമ്പർ 18 ചെയ്യണ്ട. പിന്നെ അതിൽ ഒരു പുതിയ സാധനം ഉണ്ട്, അഗ്രികൾച്ചറൽ ഇൻകം. ചെറിയ ക്വസ്റ്റ്യനാ, പക്ഷെ അതിൽ ആരുണ്ട്? നിങ്ങൾ ചെയ്യണ്ട, ഞാൻ ചെയ്തുതരാം. നമുക്ക് സ്പീഡ് ചെയ്യാമല്ലോ. ഇങ്ങനെ അത് അയച്ചു തരാം. 19-ാമത്തോ 20-ാമത്തോ നമുക്ക് ആൻസർ കീയിൽ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സെൻഡ് ചെയ്ത് തരാം, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്ക്, ക്വസ്റ്റ്യൻ നമ്പർ 18 റെന്റ് ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്നാ തന്നത്. ഇത് അങ്ങനെ തന്നെയാണോ എടുക്കുക? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കണോ? റെന്റ് ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എടുക്കണ്ടേ? അപ്പൊ ആദ്യം ഇൻകം ഫ്രം സാലറി ഉണ്ടോ ഈ ക്വസ്റ്റ്യനിൽ? ഇല്ല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ആദ്യത്തെ ഹെഡ് ഏതാണ്? ഇൻകം ഫ്രം സാലറി ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. HP ആണ്. എത്ര ക്വസ്റ്റ്യനിൽ തന്നത്? ഇതിന് എന്ത് നമ്മൾ ക്ലെയിം ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര പെർസെൻറ്റേജാ? എടാ എന്തുകൊണ്ടാ 30 എടുത്തതെന്ന് കൂടി പഠിക്കുക. എന്തുകൊണ്ടാണ് എടുത്തത്? റെന്റ് എന്ന് പറഞ്ഞാൽ 30 എടുക്കണം. അത് ഓക്കെ അല്ലേ? എത്ര? 30%. എത്ര വരാം? 6000. എത്ര ബാലൻസ് എമൗണ്ട്? 14,000. ഇത് ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ഏതാ? എടാ PGBP ക്വസ്റ്റ്യൻ ഉണ്ടോ? PGBP എത്ര വരുന്നത്? 6,31,000. നെക്സ്റ്റ് വൺ ഏതാ? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ? എടാ ഈ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടോ? ഏതാ ഉള്ളത്? LT എത്ര എമൗണ്ട്? 30,000. പിന്നെ അതർ സോഴ്സ് ഉണ്ടോ? അതർ സോഴ്സിൽ ഏതാ ഉള്ളത്? ഇൻകം ഫ്രം ലോട്ടറി ഇല്ലേ? എടാ ഇൻകം ഫ്രം ലോട്ടറി ഇല്ലേ? എത്ര എമൗണ്ട്? ഇതെല്ലാം കൂടി ടോട്ടൽ എത്ര വരുന്നത്? ഇതെല്ലാം കൂടി ടോട്ടൽ എത്ര വരുന്നത്? അതിനെ വിളിക്കുന്ന പേരെന്താണ്? GT. എത്ര വരുന്നത്? 7,75,000 അല്ലേ? ഇതില് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറയുന്നതിൽ സങ്കടം ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ വേണ്ടി കേട്ടാ. നിങ്ങൾക്ക് പോവാം, 4 മണിയായില്ലേ. ഞാൻ കമ്പൽ ചെയ്യുന്നില്ല. എനിക്കൊരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി തോന്നുന്നതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ കാര്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവൂലേ? അപ്പോൾ നിങ്ങൾക്കത് കൺസിഡർ ചെയ്ത് പോവാം, എനിക്ക് പ്രശ്നമില്ല. ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ, നോ ഇഷ്യൂസ്. ഈ ക്വസ്റ്റ്യനിൽ ഒരു പുതിയ സാധനം പറയാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കത് പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളിത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചോ, എത്രയും വലിയൊരു ചാപ്റ്ററിന് എങ്ങനെയെങ്കിലും ഒന്ന് കൺവേ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് കമ്പൽ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് പോവാം, ലീവ് ചെയ്യാം. നല്ല രീതിയിലാട്ടോ പറഞ്ഞാൽ, നോ ഇഷ്യൂസ്, നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇവിടെ എന്തുകൊണ്ടാണ് ലോട്ടറീനെ നമ്മൾ ഗ്രോസപ്പ് ചെയ്യാത്തത്? വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞാൽ ഗ്രോസപ്പ് ചെയ്യേണ്ട. ഏതാ ഗ്രോസപ്പ് ചെയ്യുക? നെറ്റ് എമൗണ്ട് ഓഫ് വിന്നിങ് എമൗണ്ട് റിസീവ്ഡ് എന്നോ ഉണ്ടെങ്കിലേ ഗ്രോസപ്പ് ചെയ്യേണ്ടുള്ളൂ. ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യനിൽ ഒരു ഭാഗ്യമുണ്ടോ? എന്താ? എന്ത് തന്നിട്ടില്ല? ഡിഡക്ഷൻസ് ഉണ്ടോ? 80C2 ഈ ക്വസ്റ്റ്യനിൽ ഇല്ലല്ലോ. അപ്പൊ GTI തന്നെ നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? ടോട്ടൽ ഇൻകം ആയിട്ട് കിട്ടും. എത്ര എമൗണ്ട്? 7 lakh. ഇവിടെ കുറച്ച് പേര് ചോദിക്കുന്ന കേട്ട് അഗ്രികൾച്ചർ ഇൻകം ഇവിടെ പോയിന്ന്. ഇവിടെ അഗ്രികൾച്ചർ ഇൻകം നമ്മൾ പഠിച്ചത് എന്താ? 5 ഹെഡിൽ വരോ? എക്സംപ്റ്റഡ് ആയിട്ടല്ലേ പഠിച്ചത്. എന്നാൽ അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് ഉണ്ട്. അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് ഉണ്ട്, ഇവിടെ വരും. അതെങ്ങനെയാന്ന് ഞാൻ പറയാം.
ഒരു ക്വസ്റ്റ്യനിൽ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്, ടോട്ടൽ ഇൻകം വരെ കൺസിഡർ ചെയ്യണോ? വേണ്ടല്ലോ. പക്ഷെ എവിടെ കൺസിഡർ ചെയ്യണം? ടാക്സ് ലാബിലിറ്റിയിൽ കൺസിഡർ ചെയ്യണം. അതെങ്ങനെയാണെന്നാ പറയാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആണ്. വളരെ ചെറിയ ക്വസ്റ്റ്യൻ, 4 ഹെഡേ ഉള്ളൂ, സാലറി ഇല്ല, ആ 4 ഹെഡ് ടോട്ടൽ ചെയ്ത് ഡിഡക്ഷനും ഇല്ല. ഈ ക്വസ്റ്റ്യൻ നമ്മൾ തന്നതുപോലെ എന്തിനു വേണ്ടിയിട്ടാ? അഗ്രികൾച്ചറൽ ഇൻകം പറയാൻ വേണ്ടി മാത്രമാണ്. ഫറൂഖ് കോളേജിന് ഇതല്ലേനോ വന്നത്, അഗ്രികൾച്ചർ ഇൻകം വന്നത്. അഗ്രികൾച്ചർ ഇൻകം പഠിക്കാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധിച്ചോ, അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് ഉണ്ടോ? യെസ് ഓർ നോ? അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് ഉണ്ട്. നമ്മളെ ടോട്ടൽ ഇൻകം എത്ര നോക്ക്. ടോട്ടൽ ഇൻകം എത്രയാണ്? 7 lakh. ഇതിനോട് എന്ത് ആഡ് ചെയ്യണം? അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യണം. ലാസ്റ്റ് ടോട്ടൽ ഇൻകം ഒക്കെ കമ്പ്യൂട്ട് ചെയ്ത് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി അത് ആഡ് ചെയ്യണം. എത്ര അഗ്രികൾച്ചർ ഇൻകം ക്വസ്റ്റ്യനിലുള്ള? 10,000 ആണോ? അപ്പൊ ടോട്ടൽ ഇൻകം എത്രയായി? 7 lakh. ഇതുവരെ മനസ്സിലായോ? അഗ്രികൾച്ചർ ഇൻകം ക്വസ്റ്റ്യനിലുണ്ട്, ടോട്ടൽ ഇൻകം വരെ എടുക്കണ്ട. ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പോവല്ലേ, അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്യും. ഇപ്പൊ എത്ര വരുന്നത്? 7 lakh. ഇതിന് ഏതിനൊക്കെ സ്പെഷ്യൽ റേറ്റ് ഉള്ളത് നോക്ക്. സ്പെഷ്യൽ റേറ്റ് ഉള്ള ഐറ്റംസ് 1 by 1 പറയും. ടാക്സ് ഓൺ കാഷ്വൽ ഇൻകം എത്ര? ഈ ക്വസ്റ്റ്യനിൽ കാഷ്വൽ ഇൻകം എത്ര? കാഷ്വൽ ഇൻകത്തിന്റെ ടാക്സ് ഞാനിപ്പോൾ പറഞ്ഞ 4 ക്വസ്റ്റ്യനിലും കാഷ്വൽ ഇൻകം ഉണ്ട്. അത് അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടാവണം. എല്ലാ ക്വസ്റ്റ്യനിലും കാഷ്വൽ ഇൻകം ഉണ്ട്. ടാക്സ് എത്ര വരാം? 30. നെക്സ്റ്റ് വൺ ഏതാ? ടാക്സ് ഓൺ LTCG ക്വസ്റ്റ്യൻ ഉണ്ടോ? എത്ര ടാക്സ്? 30,000ന്റെ എത്ര വരാം? 6,000. ഇനി എങ്ങനെ ബാലൻസ് ഇൻകം കണ്ടുപിടിക്കുക? അതും അറിയണം. ബാലൻസ് ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാം? ടാക്സ് ഓൺ ബാലൻസ് ഇൻകം ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ടാക്സ് ഓൺ ബാലൻസ് ഇൻകം ഇതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? എടാ നമുക്ക് ടോട്ടൽ ഇൻകം എത്രയായിരുന്നു? 7 lakh. 85,000 എന്തൊക്കെ മൈനസ് ചെയ്യണം? 1 lakh മൈനസ് ചെയ്യണം. എത്ര വരുന്നത്? 6 lakh. ഇതാണ് ഏതിലേക്ക് പോവാം? സാധാ സ്ലാബിലേക്ക് പോവാം. ഇത് ഓക്കെ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? സ്പെഷ്യൽ റേറ്റ് ചെയ്യുക, ബാലൻസ് ഇൻകം എത്ര നോക്കാം, സ്ലാബിലേക്ക് അപ്ലൈ ചെയ്യുക. 1 by 1 പറഞ്ഞാൽ എത്ര വരുന്നത്? അപ് ടു 2.5 lakh നില്ല്. ദെൻ 2.5 lakh to 5 lakh 5% മാക്സിമം എത്ര വരാം? ദെൻ 5 lakh to 6,55,000 എത്ര വരാം? എത്ര വരുന്നുണ്ട് നോക്ക്. എത്ര വരുന്നത്? 31 ആണോ? ഇപ്പൊ ടോട്ടൽ എത്ര വരുന്നത്? 43,500. ഇതുവരെ മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി ഇവിടെ ഇരിക്കുന്നത്? ഇതുവരെ എത്ര പേർക്ക് ഓക്കെ ആണ്? ഇതുവരെ ഓക്കെ ആണോ? എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തത്. ഓക്കെ അല്ലേ? ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഇത് ഓക്കെ ആണോ? ഇനിയാണ് കളി വരുന്നത്. അഗ്രികൾച്ചർ ഇൻകത്തിന് ഒരു റൂള് കെടുക്കുന്നുണ്ട്. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം പോയി. അഗ്രികൾച്ചർ ഇൻകത്തിന് ഒരു റൂൾ ഉണ്ട്. എന്താ റൂള്? എടാ ലെസ് ടാക്സ് ഓൺ അഗ്രികൾച്ചർ ഇൻകം. എടാ നമ്മൾ അഗ്രികൾച്ചർ ഇൻകം ആഡ് ചെയ്തില്ലേ? ആ അഗ്രികൾച്ചർ ഇൻകത്തിന്റെ ടാക്സ് ലെസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനത് ആഡ് ചെയ്തത്? നിങ്ങൾ ആഡ് ചെയ്ത ടാക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനത് ആഡ് ചെയ്തത്? സ്ലാബ് മാറിയിട്ടുണ്ടാവും. അതാണ് അതിന്റെ സത്യം. ഈ 10,000 ഇവിടെ ഉള്ളത് അത് 20% പോയത്. അഗ്രികൾച്ചർ ഇൻകത്തിന്റെ ടാക്സ് മാത്രം കാണുമ്പോൾ ഏത് സ്ലാബിലേക്കാ പോവാം? 5% പോവാം. സ്ലാബ് മാറിയിട്ടുണ്ടാവും. ഇതെങ്ങനെ ടാക്സ് ചെയ്യാന്ന് കൂടി നോക്കിക്കോ. 2.5 lakh പ്ലസ് അഗ്രികൾച്ചർ ഇൻകം ടോട്ടൽ എത്ര വരും? 2,60,000. ഇത് കോൺസ്റ്റന്റ് ആണ്. ഏത്? 2.5 lakh കോൺസ്റ്റന്റ് ആണ്. അഗ്രികൾച്ചർ ഇൻകത്തിനോട് ഇത് നിർബന്ധമായിട്ട് ആഡ് ചെയ്യണം. ഇപ്പൊ എത്ര വരുന്നത്? 2,60,000. ഇതൊന്ന് നോർമൽ സ്ലാബിലേക്ക് അപ്ലൈ ചെയ്യും. അപ് ടു അപ്പൊ നമ്മൾ ആഡ് ചെയ്ത 2.5 lakh എന്തെന്നാണ്? എന്തിനാ ഇതിവിടെ ആഡ് ചെയ്തെന്ന് അറിയോ? ഈ 10,000 സ്ലാബിലേക്ക് കിട്ടണമെങ്കിൽ ഇത് ആഡ് ചെയ്താലേ കിട്ടുള്ളൂ. 10,000 നേരെ ഇട്ടാൽ 2.5 വരാൻ ഇല്ലല്ലേ? യെസ് ഓർ നോ? അപ്പോൾ അന്നൊരാൾ ചോദിച്ചു 3 ലക്ഷം ആണെങ്കിലോ? 3 ലക്ഷം ആണെങ്കിൽ 2 ലക്ഷം ആഡ് ചെയ്യണം. 3 ലക്ഷം ടാക്സിലേക്ക് കിട്ടണം. എടാ 3 ലക്ഷമാണെന്ന് വിചാരിച്ചോ അഗ്രികൾച്ചർ ഇൻകം. എന്നാൽ ഈ 2 ലക്ഷം ആഡ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാ? ആ എൻറ്റയർ 3 lakh ടാക്സിലേക്ക് വരണമെങ്കിൽ ഈ 2 ലക്ഷം ലിമിറ്റ് ക്രോസ് ചെയ്യണ്ടേ?
ഇപ്പൊ 2 നമ്മൾ ആദ്യം ആഡ് ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാ? ആ 2 എക്സംപ്റ്റഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ എൻറ്റയർ അഗ്രികൾച്ചർ ഇൻകവും സ്ലാബിലേക്ക് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? എത്ര സ്ലാബ് വരുന്നത് നോക്ക്. 2.5 lakh to 2.6 lakh. എത്ര പെർസെൻറ്റേജ്? 10,000ന്റെ 5% എത്ര? 500. ഇത് ഡിസ്കൗണ്ട് ആണ്, ബാക്കി ടാക്സ് ചെയ്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ടാക്സ് അടിക്കുന്നത് 2000 അഗ്രികൾച്ചറിന്, ഡിസ്കൗണ്ട് കിട്ടി എത്ര? 500. അപ്പോൾ 1500 എക്സ്ട്രാ ടാക്സിൽ പോകുന്നുണ്ട്. ഈ എമൗണ്ട് ഡിസ്കൗണ്ട് കിട്ടും, ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടുപിടിക്കാൻ ഒരു കോംപ്ലിക്കേഷനും ഇല്ലേ. അഗ്രികൾച്ചറൽ ഇൻകം എത്രയാണോ അതിലേക്ക് 2 ആഡ് ചെയ്യുക. 2 കോൺസ്റ്റന്റ് ആണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് ഓക്കെ ആണോ? ഇനി സാധാ പോലെ കമ്പ്യൂട്ട് ചെയ്തോ. ഈ റൂള് മാത്രമേ ഇതിൽ എക്സ്ട്രാ പറയാനുള്ളൂ. ഈ ഒരൊറ്റ റൂള് ഇതിൽ എക്സ്ട്രാ ഉള്ളൂ. ബാക്കിയെല്ലാം സാധാ പോലാണ്. ടോട്ടൽ എത്ര വരുന്നത്? 79,000 ആണോ? ഇവിടെ 79 ആണോ കിട്ടിയത്? ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 79. ഇനി ആഡ് ചെയ്യേണ്ടത് എന്താ? ആഡ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ്. എത്ര വരുന്നത്? 3160. ഇത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറിന് ഒരു പേരുണ്ട്. എന്താ? ഗ്രോസ് ടാക്സ് ലയബിലിറ്റിനോട് എന്തൊക്കെ ലെസ് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ലെസ് ചെയ്യാം. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒരു കാര്യമുണ്ട്. അതേതാ? TDS ഓൺ കാഷ്വൽ ഇൻകം. എത്ര TDS ഓൺ കാഷ്വൽ ഇൻകം? 30,000. അപ്പൊ നമുക്ക് നെറ്റ് ടാക്സ് ലയബിലിറ്റി കിട്ടി. എത്ര എമൗണ്ട്? നെറ്റ് ടാക്സ് ലയബിലിറ്റി എത്ര എമൗണ്ട്? 52,160. ഇതാണ് നമ്മളെ ആൻസർ. ഇവിടെ ഈ ടോപ്പിക്കിൽ ഒരു സാധനം പുതിയത് പഠിച്ചു. അതെന്താ? അഗ്രികൾച്ചർ ഇൻകം ഇതുവരെ എടുക്കണോ? വേണ്ട. ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യണം. അത് ഓക്കെ അല്ലേ? എന്നിട്ട് സാധാ സ്ലാബിൽ അപ്ലൈ ചെയ്യാം. ഒരു സാധനം ലെസ് ചെയ്യുക. ഇത് മാത്രമാണ് എക്സ്ട്രാ പഠിക്കാനുള്ളത്. ഇത് സിമ്പിളാണ്. 2 ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ ടാക്സ് ഡിഡക്ട് ചെയ്താൽ മതി. ഇതേ സ്ലാബ് തന്നെയാണ് ഇവിടെയും കൊടുത്തത്. ഇവിടെ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ടാക്സ് ആണെന്നേ ഉള്ളൂ. അത് ഈ ടാക്സിനോട് എന്ത് ചെയ്യുക? ലെസ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുക, ടോട്ടൽ ചെയ്യുക, സെസ് കാണാം, ഗ്രോസ് ടാക്സ് ലയബിലിറ്റി, TDS, നെറ്റ് ടാക്സ് ലയബിലിറ്റി. ഇത് ഓക്കെ ആണോ? ഒരു 4 ക്വസ്റ്റ്യൻ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഔട്ട്ലൈൻ. ഇനി ന്യൂ ടാക്സ് റെജീം എന്ന് പറഞ്ഞ സാധനം ഇതേ ചാപ്റ്ററിലുള്ളത്. എന്താ ഉള്ളത്? ന്യൂ ടാക്സ് റെജീം. അതിൻ്റെ അർത്ഥം എന്താ? പുതിയ ടാക്സും ഇന്ത്യയിൽ 2 ടാക്സും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതൊന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ മുമ്പ് പോകേണ്ടവർക്ക് പോവാം. ന്യൂ ടാക്സ് റെജീം ഒരു 10 മിനിറ്റ് മതി. വേണ്ടവർ ഇരുന്നിട്ട് ബാക്കിയുള്ളവർക്ക് പോകാം. ഒരു പ്രശ്നവുമില്ല. എനിക്ക് മാനസികമായിട്ട് നിങ്ങളോട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ പോകാം. എണീറ്റോ? ആരൊക്കെ എണീക്കണോ? എണീറ്റോ? നോ ഇഷ്യൂസ്. ന്യൂ ടാക്സ് റെജീം ചോദിക്കാറുണ്ട്. നമ്മൾ ലാസ്റ്റ് പെട്ടു പോകേണ്ട വെച്ചിട്ട് മാത്രമേ ഞാൻ പറഞ്ഞുതരാം. നാളെ എന്തായാലും ഞാനായിരിക്കില്ല ക്ലാസ് എടുക്കുന്നുണ്ടാവുക. നാളെ വേറെ ഫാക്കൾട്ടിയാണ്, GST ആണ് ഫുള്ള്. അപ്പം നമുക്കിതൊന്നും റിവൈസ് ചെയ്യാൻ പറ്റില്ല. ന്യൂ ടാക്സ് റെജീമും കൂടി ഞാൻ പറഞ്ഞുതരാം. ബാക്കിയെല്ലാം നമ്മളെ മെറ്റീരിയലിൽ തിയറി ഉണ്ട്. തിയറി നോക്കി പോണേ. മാക്സിമം തിയറി നോക്കി പോ. ഓക്കെ. റെക്കോർഡഡ് ഞാൻ തിയറി അവൈലബിൾ ആക്കി തരാം. തിയറിൻ്റെ റെക്കോർഡഡ് ഞാൻ അവൈലബിൾ ആക്കി തരാം. ന്യൂ ടാക്സ് റെജീമും കൂടി ഞാൻ പറയട്ടെ. ന്യൂ ടാക്സ് റെജീം ഞാൻ പറഞ്ഞ പോലെ സമയത്തിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരോ മനസ്സിലാവാത്ത ആൾക്കാരോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ലീവ് ചെയ്യാം. ന്യൂ ടാക്സ് റെജീമും കൂടി പറഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ന്യൂ ടാക്സ് റെജീം പഠിക്കാൻ സിമ്പിളാണ്. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ. എത്രയുടെ മൾട്ടിപ്ലിക്കേഷൻ? 3ന്റെ പറഞ്ഞോ. അപ് ടു 3 lakh എത്ര ആയിരിക്കും? നീൽ 3 lakh to 6 lakh 5, 6 lakh to 9 lakh 10, 9 lakh to 12 lakh 15, 12 lakh to 15 lakh, above 15 lakh. ഇതാണ് ന്യൂ റെജീം. ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ ടാക്സ് ആണ് ഡീഫോൾട്ട് ആയിട്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഇതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് വരാം. ആരതാണ് ഓൾഡ് ടാക്സിലേക്ക് പോകാമെന്നറിയോ? ഡിഡക്ഷൻസ് എടുക്കുന്നവരാണ്. ഈ ടാക്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഡിഡക്ഷൻസ് ഒന്നും കിട്ടൂല. 80C to 80U കിട്ടൂല. ക്ലിയർ ആണോ? GTI എത്രയാണോ അതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും ചോദിക്കാറിയോ? ഒരാളെ കാൽക്കുലേഷൻ തരും. ഓൾഡ് ടാക്സ് പ്രകാരമാണോ ന്യൂ ടാക്സ് പ്രകാരമാണോ നല്ലതെന്ന് ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 2 ചെയ്യേണ്ടി വരും. ഒന്ന് നിങ്ങൾ TI വെച്ചിട്ടാണ് ചെയ്യുക. ഓൾഡ് റെജീം ഏത് വെച്ചിട്ടാണ് ചെയ്യുക? TI. ഇതെന്ത് വെച്ചിട്ടാണ് ചെയ്യുക? GTI. ഇത് GTI വെച്ചിട്ടാണ്.
കാരണം ന്യൂ ടാക്സ് എടുക്കുന്ന ആൾക്ക് എന്ത് കിട്ടൂല? ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ എനിക്ക് ഡിഡക്ഷൻസ് ഒന്നുമില്ല, എന്നാൽ എനിക്ക് ഏറ്റവും നല്ലത് ഏതാ? ഇതാണ് ഏറ്റവും ബെറ്റർ. ആദ്യ സ്ലാബ് തന്നെ 2.5 എത്രയായി? 3 ആയി. മറ്റേത് 2.5 to 5% ഉള്ളൂ. ഇത് 6 വരെ എത്രയാണ്? 5%. അപ്പോൾ ഉറപ്പായിട്ടും ടാക്സ് എമൗണ്ട് കുറവ് ഏതിനായിരിക്കും? ന്യൂ ടാക്സിനാണ് ടാക്സ് എമൗണ്ട് കുറവ്. ഇതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നല്ല വ്യത്യാസം ടാക്സിൽ വരും. ഇപ്പോൾ പുതിയ സ്ലാബ് വീണ്ടും മാറ്റി, അപ് ടു 4 ആണ് ഇല്ല. 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയി 4 to 8, 8 to 12, 8 to 12 10 വരുന്നുള്ളൂ. 8 to 12 10 വരുന്നുള്ളൂ. അപ്പോൾ സ്ലാബ് വീണ്ടും എന്തായി? മാറി. നിങ്ങളുടെ സ്ലാബ് 3ന്റെ മൾട്ടിപ്ലിക്കേഷനാണ്. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ 0, 5, 10, 15, 20, then 30. ഇതാണ് ന്യൂ ടാക്സ് റെജിം. ന്യൂ ടാക്സ് റെജിം ആരെ അപ്ലൈ ചെയ്യാം? ഡിഡക്ഷൻസ് ഒന്നും എടുക്കാത്ത ആള്. ക്ലിയർ ആണോ? അപ്പം നിങ്ങളോട് ഒരേ ക്വസ്റ്റ്യനിൽ, ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, രണ്ടും ചെയ്യാൻ പറഞ്ഞാൽ ചില ഡിഡക്ഷൻസ് തന്നിട്ടുണ്ടാവും. നിങ്ങൾ ഡിഡക്ഷൻസ് എടുത്തിട്ടാണോ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതൊന്നും നോക്കണ്ട. ഡിഡക്ഷൻസ് എടുക്കാണ്ടാണോ ചെയ്യുന്നത്? സ്പെഷ്യൽ റേറ്റിനൊന്നും മാറ്റല്ലേ? സ്പെഷ്യൽ റേറ്റ് ഒക്കെ റിമെയിൻ സെയിം. ടാക്സ് ഓൺ ബാലൻസ് ഇൻകം ആണ് ഇങ്ങനെ ആവാം. സ്പെഷ്യൽ റേറ്റുകളൊക്കെ കണ്ടിന്യൂ ചെയ്യും. ബാലൻസ് ഇൻകം ഈ സ്ലാബിലേക്ക് മാറും. ഏത് ടാക്സ് പ്രകാരം? ന്യൂ ടാക്സ് റെജിം പ്രകാരം. ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഈ ഒരു സ്ലാബും കൂടി പഠിച്ചു വെക്കുക. ചോദിച്ചാൽ മാത്രം എഴുതിയാൽ മതി. നോർമലി നമുക്ക് വരാം ഓൾഡ് ആണ്, നമ്മൾ ചെയ്യുന്നൊക്കെ ഓൾഡ് ആയിരിക്കും. ഇത് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? ചെയ്തു നോക്കുക. ഇത് ആർക്കാ ചെയ്യാൻ പറ്റുക? ഡിഡക്ഷൻസ് ഒന്നും ക്ലെയിം ചെയ്യാത്ത ഒരാൾ. GTA ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. സ്പെഷ്യൽ റേറ്റുകളൊക്കെ കണ്ടിന്യൂ ചെയ്യും. ടാക്സ് ഓൺ ബാലൻസ് ഇൻകം ഈ സ്ലാബിലേക്ക് കൊണ്ടുവരാം. ഇത് ഓക്കെ ആണോ? ഇതാണ് 3rd ചാപ്റ്റർ. ഇത്ര 3rd ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളൂ. മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട് ടൈമിൻ്റെ പരിമിതി കൊണ്ട്. ബാക്കി നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് ഞാൻ ആപ്പിൽ അവൈലബിൾ ആക്കി തരാം. തിയറി ഫുള്ള് ഇതും ഞാൻ ആപ്പിൽ അവൈലബിൾ ആക്കി തരാം. മൊത്തം നമുക്ക് ടാക്സിൻ്റെ ഫുള്ള് റെക്കോർഡഡ് ഞാൻ ചെയ്തിട്ട് തരാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസിന് അവിടുന്ന് ക്ലാസ് കിട്ടും. ഓക്കെ.